Good morning, everyone. Welcome to Ada 24/7 Malayalam channel. This is Rindu Sebastian, and welcome to the Hindu Editorial Analysis of 11th March 2022. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 11-ാം തീയതിയിൽ മാർച്ച് 11-ാം തീയതിയുടെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ്, ഇംഗ്ലീഷ് വൊക്കാബ്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെയാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇച്ചിരി ലേറ്റ് ആയില്ല. ഞാൻ കുറച്ച് നേരമായി കയറി യൂട്യൂബിലെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ലോഗിൻ ഇഷ്യൂ ആയിരുന്നു. വളരെ ഒരു ബുദ്ധിമുട്ടിയ ഒരു ടെക്നിക്കൽ ഇഷ്യൂ വന്നു. സോ അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഐ എം സോ സോറി ഫോർ ദാറ്റ് ആൻഡ് ഐ എം സോ സോറി ഫോർ കീപ്പിംഗ് യു വെയിറ്റിംഗ്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ പേഷ്യൻ്റ്ലി വെയിറ്റിംഗ്. അതിന് വേണ്ടിയിട്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ അതിനു മുമ്പ് ഇന്നലത്തെ കാര്യം പറയാം. അപ്പോൾ ഇന്നലെ ഞാൻ വന്നില്ലല്ലോ. അപ്പോൾ എന്താണ് ഇന്നലെ വരാത്തതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ ഇന്നലെ എനിക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ഒരു ബന്ധു മരിച്ചു. അപ്പോൾ പെട്ടെന്ന് പോകേണ്ടി വന്നു. അപ്പോൾ നിങ്ങളാരും ഇൻഫോം ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് വൈകിട്ടൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ഉറക്കമൊക്കെ ഒരു ഇതായിരുന്നു. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇന്ന് ഒരു ആർട്ടിക്കിൾ ഉണ്ടെന്ന്, വളരെ ഒറ്റ ഒരു ആർട്ടിക്കിൾ നമുക്കുള്ളൂ. ആൻഡ് ആർട്ടിക്കിൾ ഇസ് വെരി ബിഗ് ഇൻ ദ സെൻസ് വെരി ബിഗ്. അപ്പോൾ ആർട്ടിക്കിൾ ഒരുപാട് വൊക്കാബ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടെ ഉള്ളത് കൊണ്ടാണ് ഇച്ചിരി ഒരു ടയർഡുമാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇന്നലെ വരാതിരുന്നത് കേട്ടോ. അപ്പോൾ അറിയിക്കാൻ പറ്റിയില്ല. പക്ഷേ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആർട്ടിക്കിളാണ്. ബിഗർ ആർട്ടിക്കിൾ, ഒറ്റ ഒരു ആർട്ടിക്കിളോട് നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും, നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട്സിനെ പറ്റി. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എനിവേ, നമുക്ക് വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഇംഗ്ലീഷ് വൊക്കാബ് ഏതൊക്കെയാണ്, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത് നോക്കാം. ടോൺ ഓഫ് ദ ആർട്ടിക്കിളൊക്കെ നോക്കാം. എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെഷനാണ് ഇത് കേട്ടോ. അതിപ്പോൾ ബാങ്കിങ് ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, അതിപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസ് ആയിക്കോട്ടെ, ഓർ കേരള PSC എക്സാംസ് ആയിക്കോട്ടെ, നമ്മുടെ എന്താണ് SSC ലെവൽ എക്സാംസ്, ഏത് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇത് ഹെൽപ്ഫുൾ ആണ്. നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി, അതുപോലെ നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ്, സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഒബ്വിയസ്ലി റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു സെഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്കിപ്പോൾ 17% ഡിസ്കൗണ്ട് നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഡ് യൂസ് ചെയ്യാം. എൻ്റെ കോഡ് Y314 ആണ്. Y314 എന്ന കോഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. 17% ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ഉപയോഗിക്കുക. ഏതെങ്കിലും ഫാക്കൽറ്റിയുടെ കോഡ് ഉപയോഗിച്ചാൽ മതി. എൻ്റെ കോഡ് Y314, Y314. ഓക്കെ, അപ്പോൾ ആപ്പ് വഴിയും വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നമ്മുടെ ഡിഗ്രി ലെവലിൻ്റെ ബാച്ച്, പ്രിലിംസിൻ്റെ ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. പല കുട്ടികളും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ. അപ്പോൾ ഓൾറെഡി നമ്മുടെ എക്സിസ്റ്റിംഗ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് Paytm ലിങ്ക് വഴി അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കുറച്ച് പൈസ കുറച്ച് കിട്ടും. അതല്ലാതെ നിങ്ങൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഡ് ഉപയോഗിക്കാം. Y314 എന്ന കോഡ് ഉപയോഗിക്കാം. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ വരാൻ പോകുന്ന ഒരുപാട് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ പുതിയത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, 2 നോട്ടിഫിക്കേഷൻ വെച്ച് തുടങ്ങിയതാണ്. അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻസും വന്നു കഴിഞ്ഞിട്ട് ഡിഗ്രി ലെവൽ എക്സാംസ് ഒറ്റ എക്സാമാണ് നടക്കുന്നത് അല്ലേ? പ്രിലിംസിന് ഒറ്റ എക്സാമാണ് നടക്കുന്നത്. അപ്പോൾ ഇത് വരുന്നത് മിക്കവാറും ഓഗസ്റ്റ് മാസം അല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്കെ ആവും എക്സാം വരുമ്പോൾ. അപ്പോൾ നമുക്ക് എന്തായാലും അത് വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ലോങ് ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 6 മാസം നീളുന്ന ഒരു ബാച്ചാണ്. പുതിയ രീതിയിൽ പഠിക്കുന്നു. ബിക്കോസ് നമ്മൾ കഴിഞ്ഞ പ്രിലിംസ് കണ്ടതാണല്ലേ, ഫസ്റ്റ് പ്രിലിംസ് നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിച്ചു പോകണം. 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. 4 ദിവസമേ ഉള്ളൂ ആഴ്ച ക്ലാസ്സുകൾ. ക്ലാസ് ഉള്ള ദിവസം 6 മുതൽ 7:30 വരെയും 8:30 മുതൽ 10 മണി വരെയാണ് കേട്ടോ. അപ്പോൾ മൺഡേസ്, വെൻസ്ഡേസ്, ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ, ഈ 4 ദിവസങ്ങളിലാണ് ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, അതുപോലെ തന്നെ SSCയുടെ ബാച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. SSCയുടെ എക്സാം ഡേറ്റ് വന്ന് നിങ്ങൾ കണ്ടുവരിക്കും. 11-ാം തീയതി ഏപ്രിൽ 11 മുതൽ 21 വരെ SSC CGLൻ്റെ എക്സാംസും, CHSL 24 മെയ് മുതൽ 10th ജൂൺ വരെ ഉള്ള ദിവസങ്ങളിലായിരിക്കും എക്സാംസ് പോകുന്നത് അല്ലേ? അതാണ് CHSLൻ്റെ ഡേറ്റ്സും വന്നിട്ടുണ്ട്. അപ്പോൾ പഠിക്കാം, ഉഷാറായിട്ട് പോകാം. കാര്യങ്ങൾ ഡെയിലി 3 ക്ലാസ്സുകൾ പോകുന്നുണ്ട്. 11 AM to 12:30, 3 മണി മുതൽ 4:30 ആൻഡ് 9 to 10:30. അപ്പോൾ പഠിക്കാൻ താല്പര്യമുള്ള ഒരു ധൈര്യമായിട്ട് കൂടെ വരിക. വിൽ ബി ദർ ടു ഹെൽപ്പ് യു ഓൾ. ഓക്കെ, അതുപോലെ 10th പ്രിലിംസിൻ്റെ ബാച്ച് 12-ാം തീയതി ആരംഭിക്കുകയാണ്. അതായത് നാളെ ആരംഭിക്കുകയാണ്. അപ്പോൾ 10th പ്രിലിംസിൻ്റെ ബാച്ചിൽ ഇനിയും ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് എ ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റി, നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ വരുന്ന മെയ് മാസം എക്സാം ഉണ്ടാവും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ടു ഗോ ആഫ്റ്റർ യുവർ ഡ്രീംസ്. ഇന്ന് നല്ലൊരു ദിവസമാണ്. ഇനി വെച്ച് താമസിപ്പിക്കേണ്ട, ഇന്ന് തന്നെ നമുക്ക് പോകാം. ആൻഡ് ലെറ്റ്സ് ഗോ ആഫ്റ്റർ അവർ ഡ്രീംസ്. നമ്മുടെ ഡ്രീംസിൻ്റെ പുറകെ നമുക്ക് പോവാട്ടോ ഇന്ന്. ഓക്കെ, ഓക്കെ ഹരി, ഞാനും ഓർത്തായിരുന്നു. ഞാൻ വലിയ പ്രതീക്ഷയോടൊക്കെ നോക്കിയിരുന്ന ഇലക്ഷൻ റിസൾട്ട്സ് ആയിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, ഇലക്ഷൻ റിസൾട്ട്സ് കണ്ടപ്പം ഐ വാസ് ഓൾസോ ഫീലിംഗ് ദ സെയിം ആസ് യു ഡു. അപ്പോൾ നമുക്ക് എന്തായാലും ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ആർട്ടിക്കിൾ. അപ്പോൾ ഇന്നത്തെ ആർട്ടിക്കിൾ പറഞ്ഞല്ലോ, ഇലക്ഷൻ UP-യിൽ അല്ലേ, UP-യിലെ ഇലക്ഷൻ റിസൾട്ട്, അതുപോലെ ഉത്തരാഖണ്ഡിൽ, അതുപോലെ പഞ്ചാബിൽ, മണിപ്പൂർ, ഗോവ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ റിസൾട്ട്സ് വന്നപ്പോൾ എന്താണ് റിസൾട്ട്? BJP കൊണ്ടുപോയി അല്ലേ? അപ്പോൾ BJP ബാഗ്ഡ്, എന്താ പറയുക, റിസൾട്ട് മൊത്തത്തിൽ കൊണ്ടുപോയി. അപ്പോൾ അതിനെപ്പറ്റിയാണ്
ഇന്ന് വരുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ മാറ്റം ഇതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത്. പോളറൈസേഷൻ, മൊബിലൈസേഷനെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ ദാറ്റ്സ് എ ബിഗ് വൺ. അത് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. ഒരു ലോങ് ആർട്ടിക്കിളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 3 പാരഗ്രാഫോളം ഉണ്ട്, 4 പാരഗ്രാഫോളം ഉള്ള ഒരു ആർട്ടിക്കിളാണ് കേട്ടോ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് വൊക്കാബ്. ആദ്യം നമുക്ക് 1 വേർഡ്സ് ഉണ്ടെങ്കിൽ 1 വേർഡ്സ്, അതുപോലെ ഫ്രേസസ്, ഇഡിയംസിലോട്ടൊക്കെ പോകാം. ആദ്യത്തെ ഇഡിയം ആൻഡ് ഫ്രേസ് ഓർ 1 വേർഡ്, മൊബിലൈസേഷൻ. നിങ്ങൾക്കറിയായിരിക്കും മൊബിലൈസേഷൻ. ഒരു മൊബിലൈസേഷൻ ഉണ്ട്, ദ ആക്ട് ഓഫ് മൂവിങ് സംതിങ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അതിനെ മൊബിലൈസേഷൻ ഉണ്ട്. മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മൊബൈലൊക്കെ നമ്മൾ പറയല്ല, മൊബൈൽ എന്ന വാക്ക് ഓർത്ത് വെച്ചാൽ മതി. മൊബൈൽ എന്ന ആ വാക്കിൻ്റെ അർത്ഥം ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് മൊബിലൈസ് ചെയ്യാൻ മൊബൈൽ എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് എന്നൊരു അർത്ഥമുണ്ട്. അതല്ലാതെ മൊബിലൈസേഷൻ നിങ്ങൾക്ക് അറിയാം. മോബ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ക്രൗഡ് അല്ലെ, അജിറ്റേറ്റഡ് ക്രൗഡിനെ നമ്മൾ മോബ് എന്ന് വിളിക്കും. സോ മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ പ്രിപ്പയറിംഗ് ആൻഡ് ഓർഗനൈസിങ് ട്രൂപ്സ്, ആൾക്കാരെ, സേനയായിട്ട് ആൾക്കാരെ ഇങ്ങനെ കൂട്ടുക ഫോർ ആക്റ്റീവ് സർവീസ്. ആരാ അത് കൂട്ടുന്നത്? മൊബിലൈസേഷൻ നടത്തുന്ന ആരാ? ഗവൺമെന്റ് ആയിരിക്കാം അല്ലെ, ഗവൺമെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ലീഡർ ആയിരിക്കും, ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ്, അല്ലെങ്കിൽ ഗവൺമെന്റ് നമ്മൾ ആൾക്കാരെ കൂട്ടിച്ചേർക്കുവാണ്, പ്രിപ്പയർ ചെയ്യുന്നു, അവരെ ഓർഗനൈസ് ചെയ്യുന്നു. ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് മൊബിലൈസേഷൻ. 1 വേർഡാണ്. അടുത്തത് ഫോൾ ഷോട്ട്. നിങ്ങൾക്ക് അറിയാം, 2 മൊബിലൈസേഷൻ മീനിങ് നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ഫോൾ ഷോട്ട്. ഫോൾ ഷോട്ട് എന്ന് പറഞ്ഞാൽ ഫെയിൽ ടു മീറ്റ് എൻ എക്സ്പെക്ടേഷൻ ഓർ സ്റ്റാൻഡേർഡ്. ഫോൾ ഷോട്ട് എന്ന് ഇവിടെ ഉള്ള ഒരു ഇത് കേട്ടോ, ഫ്രേസ് കേട്ടോ, ഐ മീൻ ഇഡിയമാണ്. ഫോൾ ഷോട്ട് എന്ന് പറഞ്ഞ് കേട്ടാൽ ഓർത്താൽ മതി. ഫെയിൽ ടു മീറ്റ് എൻ എക്സ്പെക്ടേഷൻ, നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്, വി എക്സ്പെക്റ്റഡ് സംതിങ് ബിഗ്, എന്നാൽ അതൊക്കെ വെറുതെ താറുമാറായിപ്പോയി, ഇറ്റ് ഫെയിൽഡ് എങ്കിൽ യു ക്യാൻ സേ ഫോൾ ഷോട്ട്. ഓക്കെ. അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ്, നമ്മളൊരു സ്റ്റാൻഡേർഡ് പ്രതീക്ഷിച്ചിരുന്നു, ആ സ്റ്റാൻഡേർഡ് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ അങ്ങ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദാറ്റ് ഈസ് ഫോൾ ഷോട്ട്. നമ്മളൊരു തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്, റിമെമ്പർ ഐ ഗെസ്. അടുത്ത വാഷ് ഓഫ്. ഇതൊക്കെ അങ്ങ് പൊക്കോളൂന്നേ. വാഷ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? റിമൂവ് ഓർ ക്ലീൻ ബൈ വാട്ടർ. ഇതങ്ങ് കഴുകിയാൽ പോകും. ഇറ്റ്സ് വാഷ്ഡ് ഓഫ്. വാഷ് ഓഫ് എന്ന് പറഞ്ഞാൽ റിമൂവ് ഓർ ക്ലീൻ ബൈ വാട്ടർ, അതിനെയാണ് വാഷ് ഓഫ് എന്ന് പറയാം. അപ്പോൾ അന്ന് ലിറ്ററൽ മീനിങ് മാത്രമല്ല, വാഷ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്യപ്പെടുമോ, ഇതങ്ങ് പെട്ടെന്ന് പൊക്കോളും എന്നൊരർത്ഥം അതിന് ഉണ്ട് കേട്ടോ. ആപ്ലിക്കേഷൻ ലെവലിൽ, ഇഡിയമാറ്റിക് എക്സ്പ്രഷനിൽ ഇറ്റ് വുഡ് ബി വാഷ്ഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വുഡ് ബി ഗോൺ സൂൺ, പെട്ടെന്ന് അങ്ങ് പൊക്കോളും, മാഞ്ഞു പൊക്കോളും. ഇറ്റ് കുഡ് ബി ഇറേസ്ഡ് സൂൺ എന്നൊരർത്ഥം ഇതിനുണ്ട് കേട്ടോ. വാഷ്ഡ് ഓഫ് എന്ന ഇറേസ് എന്നൊരർത്ഥമുണ്ട്, മാഞ്ഞു പൊക്കോളും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ, ഓർത്ത് വെച്ചോണം. അടുത്ത വാക്ക് ബോഗ് ഡൗൺ. ബോഗ് ഡൗൺ. ബോഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ പ്രിവെന്റ് സംതിങ് ഫ്രം മേക്കിംഗ് പ്രോഗ്രസ്. ശരിക്കും ചതുപ്പിലാണ് പോവുക, സിങ്കിങ് ഇൻ മാഷി ലാൻഡ്, അതിനെയാണ് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിൽ, വെറ്റ് ലാൻഡിൽ, വെറ്റായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്തിൽ നമ്മൾ മുങ്ങിപ്പോകുന്നതിനെയാണ് ബോഗ് ഡൗൺ എന്ന് പറയാം. ലിറ്ററൽ മീനിങ് അതാണ്, ഈ വാഷ് ഓഫ് പോലെ. അപ്പോൾ ആ ചതുപ്പ് മുങ്ങി പോകുമ്പോൾ എപ്പോഴാണ് നമുക്ക് അതിന് മൂവ് ചെയ്യാൻ പറ്റും? മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. എവിടേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ പിന്നെ താന്ന് പോവുക നമ്മൾ, അതിനെയാണ് ബോഗ് ഡൗൺ എന്ന് പറയാം. സോ ദാറ്റ് മീൻസ് പ്രിവെന്റ് സംബഡി ഓർ സംതിങ് ആയിക്കോട്ടെ, ബോഗ് ഡൗൺ സംബഡി ആയിക്കോ സംതിങ് ആയിക്കോട്ടെ, ഫ്രം മേക്കിംഗ് പ്രോഗ്രസ്. മുന്നോട്ട് ഒരു കാലം എടുത്തു വെക്കാൻ പറ്റില്ല, പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റില്ല. വി ആർ സ്റ്റക്ക്. മനസ്സിലായോ? യു ആർ സ്റ്റക്ക് അറ്റ് എ പ്ലേസ് ആൻഡ് യു ആർ നോട്ട് ഏബിൾ ടു മൂവ്. അതിനെയാണ് ബോഗ് ഡൗൺ എന്ന് പറയാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല, എന്താണ്, പ്രോഗ്രസ് ഉണ്ടാക്കാൻ പറ്റാത്തൊരവസ്ഥയ്ക്കാണ് ബോഗ് ഡൗൺ എന്ന് പറയാം. ക്ലിയർ ആയോ? ഇതാണ് ഇന്നത്തെ ഇഡിയംസ് ഫ്രേസസ്. ഓക്കെ. ആണ് CHSL CGLന്റെ എക്സാം പാറ്റേൺ ഏറെക്കുറെ സെയിം ആണ്. പിന്നെ എന്താണ്, മാത്സ് ലെവലിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്, അല്ലാതെ ഇംഗ്ലീഷൊക്കെ സെയിം പാറ്റേൺ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ. ഓൾ റൈറ്റ്. യെസ്. ചിപ്പ് ഓഫ് ഓൾ ബ്ലോക്ക് പോലെ അത് തന്നെ, സെയിം. അതെ. അൾട്രൂയിസ് മീനിങ് എന്താ? പോസിറ്റീവ് വേർഡാണ്. അതെ. അൾട്രൂയിസം മനുഷ്യ സ്നേഹി എന്ന് പറയും. എല്ലാവരോടും സഹവർത്തിത്വത്തോടെ, സ്നേഹത്തോടെ പെരുമാറുന്ന ഒരാളെ നമ്മൾ പറയും അൾട്രൂയിസ്റ്റ് എന്ന് പറയും. അത് വ്യക്തിക്ക് പറയുന്ന ഇസ്റ്റ്. സോഷ്യലിസ്റ്റ്, ബോട്ടണിസ്റ്റ്, ബയോളജിസ്റ്റ് ഒക്കെ, അതൊക്കെ എന്താണ്, ഇസ്റ്റ് വാക്കുകൾ ഒരാളെ പറ്റി പറയുന്നതാണ്. സോഷ്യോളജിസ്റ്റ് അതൊക്കെ പറയും. പക്ഷേ സോഷ്യലിസം അല്ലെ, അതുപോലെ തന്നെ സെക്യുലറിസം, ഫെമിനിസ്റ്റ് ഒക്കെ വ്യക്തിക്ക് പറയും. ഫെമിനിസം, സോഷ്യലിസം അല്ലെ, ആൾട്രൂയിസം എന്നൊക്കെ പറയുന്നത് നമുക്ക് ആ ഐഡിയോളജിക്ക് പറയുന്നവരാണ്. അപ്പൊ ഐഡിയോളജി ഓഫ് ഹെൽപ്പിംഗ് ഈച്ച് അതർ എന്നുള്ള ആ ഒരു ഒരാളെ മറ്റുള്ളവർ ഭയങ്കര സ്നേഹത്തോടെ വരുന്നു, സഹവർത്തിത്തോടെ ഒരാളെ കാണുന്ന ഒരാളെ നമ്മൾ പറയും അൾട്രൂയിസ് എന്ന് പറയും. അൾട്രൂയിസം ഇസ് ഇറ്റ്സ് ഐഡിയോളജി. അതാണ് വ്യത്യാസം. പോസിറ്റീവ് മീനിങ് ആണ്. അതായത് നമ്മുടെ സെൽഫിഷിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അൾട്രൂയിസ്റ്റ്. സെൽഫ് സെന്റേർഡ് ആൾക്കാരുടെ ഓപ്പോസിറ്റ് ആണ് അൾട്രൂയിസ്റ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.
അപ്പം ഞാൻ ഇന്നലെ വരാത്ത കാര്യമാണ് പറഞ്ഞത്. ഇന്നലെ എനിക്കൊരു മരണ ചടങ്ങുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ, ഒരു മരണം സംഭവിച്ചു, അതുകൊണ്ടാണ് എന്നെ കാണാത്തത്. ഇന്ന് ഞാൻ വന്നില്ലേ? ഓക്കെ, ഞാൻ വന്നു. ഓ അഭിനയ റിഫ്രഷ് ചെയ്യണേ. ഞാനിപ്പം ഇവിടെ ഉണ്ട്. ഞാൻ വന്നില്ലായിരുന്നു, പക്ഷെ ഇപ്പം ഞാനിവിടെ ഉണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദി സിനോണിംസ്, റിലേറ്റഡ് വേർഡ്സ്, ആന്റണിംസ് ഒക്കെ നോക്കാം. പോളറൈസേഷൻ, മൊബിലൈസേഷനും പോളറൈസേഷനും വെച്ചിട്ടാണ് ആർട്ടിക്കിൾ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പോളറൈസേഷൻ എന്താ നോക്കാം. പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ധ്രുവങ്ങളിലാക്കുന്ന അവസ്ഥ. പോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ധ്രുവങ്ങളല്ലേ, രണ്ട് ധ്രുവങ്ങൾ. അപ്പോൾ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ രണ്ട് ധ്രുവങ്ങളിലാക്കുന്ന ഒരു അവസ്ഥ. യു ആർ സെപ്പറേറ്റിംഗ് സംതിങ്, സെപ്പറേഷൻ, ഡിവിഷൻ, സ്പ്ലിറ്റ്, അതിനെയാണ് പോളറൈസേഷൻ എന്ന് പറയുന്നത്. സെഗ്രിഗേഷൻ, സെപ്പറേഷൻ, ഡിവിഷൻ, സ്പ്ലിറ്റിന് പോളറൈസേഷൻ എന്ന വാക്ക് പറയും. നൗണാണ്. TION വന്നാൽ നൗണാണല്ലോ, അറിയാലോ. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് സഫിക്സ് TION വന്നാൽ നമുക്ക് ഇതാണ്. അതുപോലെ ഒരു കാര്യം കൂടി പറയട്ടെ ഇതിന് മുമ്പ്. നമ്മുടെ ആർട്ടിക്കിൾ എനിക്ക് സജഷനായിട്ട് ഒരാൾ തന്നിട്ട്, എനിക്ക് പേരും ഓർമ്മയില്ല, ഒരാൾ പറഞ്ഞിരുന്നു എന്നോട്, ദിവസം ഒരു 3 ആർട്ടിക്കിളെങ്കിലും ഡിസ്കസ് ചെയ്യൂ, കുറച്ച് ആർട്ടിക്കിളോട് ഡിസ്കസ് ചെയ്യൂ. സാധാരണ നമുക്ക് 2 ആർട്ടിക്കിളെ വരുള്ളൂ, ഡെയിലി എഡിറ്റോറിയൽ 2 ആർട്ടിക്കിളെ വരാറുള്ളൂ. അതിൽ ഹിന്ദു എഡിറ്റോറിയൽ ആർട്ടിക്കിളാണ് ഈ പറഞ്ഞ SIക്കും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ 2 ആർട്ടിക്കിളെ വരാറുള്ളൂ. അപ്പോൾ അതിൽ 2 ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യാനുള്ള സമയം നമുക്കില്ല, പരിധി ഇല്ലാത്തതുകൊണ്ട് 1 hour 1:15 ഒക്കെയാണ് നമ്മൾ എടുക്കുന്ന ടൈം. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ആർട്ടിക്കിൾ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നു സെലക്റ്റീവായിട്ട്. എന്നിട്ട് നമ്മൾ അതിലെ വേർഡ്സും ഫ്രേസസും വൊക്കാബൊക്കെ ക്ലിയർ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു, ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഒക്കെ. അതാണ് നമുക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പം ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ആരാണോ ആള്. ഓക്കെ, അടുത്ത് റീറ്റെയിൻ എന്ന വാക്കിനർത്ഥം നിങ്ങൾക്ക് റീറ്റെയിൻ ദ പേസ്, റീറ്റെയിൻ ദ സക്സസ്, റീറ്റെയിൻ ദ വിക്ടറി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇന്ന് കാണാൻ പോകുന്നു. റീറ്റെയിൻ മീൻസ് കീപ്, മെയിൻറ്റെയിൻ, അതങ്ങ് കണ്ടിന്യൂ ചെയ്തു പോകണം. റിസർവ് ചെയ്യാണ്, കൺസേർവ് ചെയ്യാണ്, ഹോൾഡ് ഓൺ ടു സംതിങ്. ഹോൾഡ് ഓൺ ടു എന്നുള്ളത് ഫ്രേസാണ്, റീറ്റെയിനിൻ്റെ മീനിങ് വരുന്ന ഒരു ഫ്രേസാണ്. അപ്പോൾ നമ്മളത് പഠിച്ചു വിടുമ്പോൾ അതുകൂടെ പഠിക്കാമല്ലോ, അതുകൊണ്ടാണ്. കീപ്, ഹോൾഡ് ഓൺ ടു എന്ന് പറഞ്ഞാൽ കീപ്, ഓർ മെയിൻറ്റെയിൻ, ഓർ കണ്ടിന്യൂ എന്നാണ് റീറ്റെയിൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇറ്റ്സ് എ വേർബ്. അടുത്ത് ഫറ്റീഗ്. നിങ്ങൾക്കറിയാം ഫറ്റീഗ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡൗൺ ആയിട്ടും വേർബായിട്ടും നമ്മൾ ഉപയോഗിക്കുകയാണ്. ഫറ്റീഗ് എന്ന് പറഞ്ഞാൽ വെയർനെസ്, ടയർനെസ് എന്നൊക്കെ അർത്ഥം, എക്സോഷൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഫറ്റീഗ് ഐ ആം ഫറ്റീഗ്ഡ് എന്നൊക്കെ അർത്ഥം വരുമ്പോഴോ, അങ്ങനെ വരുമ്പോഴോ എക്സോഷൻ എന്നൊക്കെയാണ് നൗണിൻ്റെ അർത്ഥം. വേർബ് ആകുമ്പോൾ എക്സോസ്റ്റ്, ടയർ അല്ലേ എന്നുള്ളതൊക്കെയാണ് വേർബായിട്ട് വരുമ്പോൾ അതിൻ്റെ അർത്ഥം. അടുത്തത് ഡിസ്എൻചാൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഡിസപ്പോയിൻമെൻറ്റ്, ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ, ഡിസ്കണ്ടന്റ്. സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ കണ്ടന്റ് ആണെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ഡിസാറ്റിസ്ഫാക്ഷൻ ആണെങ്കിൽ അതിനെ ഡിസ്കണ്ടന്റ് എന്ന് പറയും അല്ലെ. ഡിസ്ഇല്യൂഷൻമെന്റ് എന്നൊക്കെ അതിന് പറയാം. ഡിസ്ഇല്യൂഷൻമെന്റ്, ഡിസ്കണ്ടന്റ്, ഡിസപ്പോയിൻമെന്റ്, ഡിസാറ്റിസ്ഫാക്ഷൻ. നമുക്കൊരു സംതൃപ്തി ഇല്ലായ്മ. യു ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, യു ആർ നോട്ട് യു ആർ നോട്ട് ഹാപ്പി, ദെൻ യു ആർ ഡിസപ്പോയിൻറ്റഡ് അല്ലേ. ഡിസ്കണ്ടന്റ്, തൃപ്തി ഇല്ലായ്മ, അതിനെയാണ് ഡിസ്എൻചാൻമെന്റ് എന്ന് പറയാം കേട്ടോ. അടുത്ത വാക്ക് നോക്കിക്കേ, ഫിയസ്കോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെ ഫിയസ്കോ. 3 ദിവസമായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഉണ്ടായിരുന്നു ഫിയസ്കോ അല്ലേ. അപ്പോൾ ഫിയസ്കോ മീൻസ് ഡെബക്കിൾ, ഫെയിലിയർ അല്ലെങ്കിൽ ഡൗൺഫോൾ, തോൽവി അല്ലേ. അതിനെയാണ് ഫിയസ്കോ എന്ന് പറയാം. ഇന്ന് കാണും അല്ലെ, ഒരാൾ ഒരു വശം ജയിച്ചെങ്കിൽ മറ്റൊരു വശം തോറ്റിട്ടുണ്ടാവില്ല ഉറപ്പായിട്ടും. അതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നോക്കാം, നിങ്ങളുടെ സെന്റൻസുകളിലോട്ട് നോക്കട്ടെ. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ സെന്റൻസസ് ഒന്നും ഇല്ലേ? സെന്റൻസസ് പോരട്ടെ. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത വേർഡ് നോക്കിക്കേ, അൺഅസൈലബിൾ. നിങ്ങൾ സെന്റൻസ് വരുമ്പോഴേക്കും ഞാൻ അടുത്ത സെന്റൻസ് നോക്കാം കേട്ടോ. അൺഅസൈലബിൾ. ഓക്കെ, അൺഅസൈലബിൾ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. അൺഅസൈലബിൾ മീൻസ് ഇൻപ്രഗ്നബിൾ, ഇൻവൾനറബിൾ, ഇൻവിൻസിബിൾ. ഇൻപ്രഗ്നബിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് കനോട്ട് ബി ബ്രോക്കൺ, ദാറ്റ് കനോട്ട് ബി കോൺകർ ചെയ്യാൻ പറ്റാത്തത്, അൺകോൺകറബിൾ എന്നൊക്കെ അർത്ഥം. അതിനാണ് ഇൻപ്രഗ്നബിൾ എന്ന് പറയാം. ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതാണ്, നമുക്ക് അതിനെ കീഴ്പ്പെടുത്താൻ പറ്റാത്തതാണ് എങ്കിൽ അതിനെ നമ്മൾ വിളിക്കും ഇൻപ്രഗ്നബിൾ. അൺകോൺകറബിൾ. ഇൻവിൻസിബിൾ, പവർഫുൾ ആണ്, യു കെൻ നോട്ട് കോൺകർ ദം ഓർ യു കെൻ നോട്ട് ബ്രേക്ക് ദം. വൾണറബിൾ അല്ലാത്തതാണെങ്കിൽ ഇൻവൾണറബിൾ. അതിനാണ് അൺഅസൈലബിൾ എന്ന അഡ്ജക്റ്റീവ്. ഓർത്തു വെച്ചോണേ. അടുത്ത വാക്ക് ഈസ് എബ്.
എബ് എന്ന വാക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നൗൺ ആയിട്ട് വേർബ് ആയിട്ട് ഉപയോഗിക്കാം. എബ് എന്ന് പറഞ്ഞാൽ റിട്രീറ്റ്, റിട്രോസെഷൻ, തിരിച്ച് പിൻവാങ്ങൽ, അതിനെയാണ് ഈ പറയുന്ന എബ് എന്ന വാക്ക്. വേർബായിട്ട് പറയുമ്പോൾ റിസീഡ് ചെയ്യുക, റിസെഷൻ അല്ലേ, റിട്രോസെഷൻ, റിസീഡ് ചെയ്യുക. പിന്നെ വേറൊരു അർത്ഥം ഉണ്ട് അതിന്, നമ്മുടെ ലെസൺ ചെയ്യുക, ഓരോരുത്തരുടെ സ്ട്രെങ്ത് കുറയ്ക്കുക, വീര്യം കുറയ്ക്കുക എന്നുള്ളത്, അല്ലെ ലെസൺ ചെയ്യുക, ഡിമിനിഷ് ആകുക, വെയിന്, അങ്ങനെ അതിന് ഒരു വേർബും കൂടെ ഉണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോ. വേർബായിട്ട് റിസീഡ് ചെയ്യുക, തിരിച്ചു പോവാം, ഡിമിനിഷ് ചെയ്യുക, വെയിൻ ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോളൂ. അടുത്ത വാക്യസ് ഡ്രബിങ്. ഡ്രബിങ് ഇസ് എ നൗൺ. ഡ്രബിങ് ഒരു നൗൺ ആണ്. ഡ്രബിങ് മീൻസ് ബീറ്റിംഗ്, അടി, ത്രാഷിംഗ്. ഇതൊരു തിരിച്ചടിയായി എന്നൊക്കെ പറയാം. വാലോപ്പിംഗ്, അടി, ബാറ്ററിങ്, അതൊക്കെയാണ് ഡ്രബിങ് എന്ന വാക്കിന്റെ അർത്ഥം. നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡ്രബിങ്. അടുത്ത വാക്യസ് സബാൾട്ടേൺ. സബാൾട്ടേൺ ഒരു അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. സബാൾട്ടേൺ മീൻസ് അസിസ്റ്റന്റ് ആണ്, ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ, ഹെൽപ്പിംഗ്. ഇൻഫീരിയർ ആയിട്ടുള്ള, കുറച്ചുകൂടി താഴെ തട്ടിലുള്ളതാണ്, ഇൻഫീരിയർ ആണ്. സബോർഡിനേറ്റ് ആണ് എങ്കിൽ ദാറ്റ് ഇസ് സബാൾട്ടൺ. ഇൻഫീരിയർ, അസിസ്റ്റന്റ്, സബോർഡിനേറ്റ് എന്ന അർത്ഥം. അടുത്ത വാക്ക് സിറ്റാഡൽ. സിറ്റാഡൽ എന്ന വാക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ എഡിറ്ററിലൊക്കെ തുടങ്ങിയ ഒരു സമയത്ത് നമ്മൾ സിറ്റാഡൽ എന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. സിറ്റാഡൽ മീൻസ് ഫോർട്ട്, കോട്ട, ഓർ കാസിൽ, ഓർ സ്ട്രോങ് ഹോൾഡ്. അതിനെ നമ്മൾ പറയും സിറ്റാഡൽ എന്ന് പറയും കേട്ടോ. സിറ്റാഡൽ എന്ന വാക്കിന്റെ അർത്ഥം ഫോർട്ട്, കാസിൽ അല്ലെങ്കിൽ സ്ട്രോങ് ഹോൾഡ് എന്നാണ്. ഓക്കെ, ക്ലിയർ? ഐ ഗെസ് ദാറ്റ് ഈസ് ക്ലിയർ. ക്ലിയർ ആണല്ലോ, ഡൗട്ടൊന്നുമില്ലല്ലോ? All right, let me see your sentences. Okay. Polarization is the best example of right-wing politics, but now it's trending, and the best examples are Modi, Trump and Macron, etc. All right. The incessant fiascos in life led to disenchantment in life. Yes, it would. Okay. അടുത്ത വേർഡ്സിലോട്ട് പോവാം. ആംഗ്വിഷ്. ആംഗ്വിഷ് എന്ന വാക്കിന്റെ അർത്ഥം നൗൺ ആണ്. ആഗ്നി, പെയിൻ, ടോർമെന്റ്, ടോർച്ചർ എന്നൊക്കെയാണ്. അത് വേർബായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഐ ആം ആംഗ്വിഷ്ഡ്, അല്ലെങ്കിൽ ദ സിറ്റുവേഷൻ, ദ ഡെത്ത് ഓഫ് ഹിം ആംഗ്വിഷ്ഡ് ഹെർ, ആഗനൈസ്ഡ് ഹെർ, അവളെ വേദനിപ്പിച്ചു. ഇറ്റ് മെയ്ഡ് പെയിൻ ടു ഹെർ, ടോർമെന്റഡ് ഹെർ എന്നൊക്കെ അർത്ഥം വരും കേട്ടോ. നൗൺ ആയിട്ടും വേർബായിട്ടും നിങ്ങൾക്ക് ഇതിന് ഉപയോഗിക്കാം. ആംഗ്വിഷ് എന്ന്, ആംഗ്വിഷിന്റെ അർത്ഥം അതേ അർത്ഥം തന്നെയാണ്, അത് നമ്മൾ ഉപയോഗിക്കുന്നു വേർബായിട്ടും കൂടെ കേട്ടോ. അപ്പോൾ ആംഗ്വിഷ് എന്ന് പറഞ്ഞാൽ ആഗ്നി, പെയിൻ, ടോർമെന്റ്, ടോർച്ചർ എന്നൊക്കെയാണ്. അതുപോലെ ഡെസിമേഷൻ. നമ്മൾ ഡെസിമേഷൻ എന്ന വാക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നോക്കിക്കേ, TION വന്നാൽ സഫിക്സ് ആണ് അല്ലേ. അപ്പോൾ വേർബ് നോക്കിക്കേ, വേർബ് ഉണ്ട്, ഇതിൻ്റെ തന്നെ ഒരു വേർബ് ഉണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഡെസിമേറ്റ് എന്ന വേർബ്. ഡെസിമേറ്റ് എന്ന വേർബ്, ഡെസിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യുക, ഡിമോളിഷ് ചെയ്യുക, ഡിസ്ട്രാക്ട് ചെയ്യുക എന്നൊക്കെയല്ലേ. ഡിസ്ട്രോയ് ചെയ്യാന്നല്ലേ, ഇറാഡിക്കേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഡെസിമേഷൻ എന്ന് പറയുമ്പോൾ ഇറാഡിക്കേഷൻ, ഡിമോളിഷൻ, ഡിസ്ട്രക്ഷൻ എന്നൊക്കെ അർത്ഥം. അടുത്ത വാക്ക് സ്പിയർ ഹെഡ്. സ്പിയർ ഹെഡ് നൗൺ ആയിട്ടും വേർബായിട്ടും നമുക്ക് ഉപയോഗിക്കാവേ. സ്പിയർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്, മുൻപിൽ നിൽക്കുന്ന, വാൻഗാർഡ്, മുൻപന്തിയിൽ നിൽക്കുന്ന എന്നാണ് സ്പിയർ ഹെഡ് എന്നർത്ഥം. പിന്നെ വേർബ് സ്പിയർ ഹെഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലീഡ് ചെയ്യുക, ഹെഡ് ചെയ്യുക അല്ലെ. സ്പിയർ ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിറ്ററലി സ്പിയറിന്റെ ഹെഡ് ഇല്ലേ, മുന്നോട്ട് നിൽക്കുന്നത്, അതിനെയാണ്. അതുകൊണ്ടാണ് അതിന്റെ അർത്ഥം ഇങ്ങനെ വന്നത്, ഒരു വേർബായിട്ടും നൗൺ ആയിട്ടോ തോന്നുന്നത്. സ്പിയർ ഹെഡ് മീൻസ് ഫോർ ഫ്രണ്ട്, മുൻപന്തിയിൽ, അല്ലെങ്കിൽ വാൻഗാർഡ്. ഓക്കെ, അതിന്റെ വേർബാണ് ലീഡ് ചെയ്യുക, ഹെഡ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കട്ടെ. പോളറൈസേഷൻ ബിറ്റ്വീൻ ടു സിസ്റ്റം ഓൾവേസ് റിറ്റൈൻഡ് ബൈ ദെയർ ചീഫ്. ഓൾ റൈറ്റ്. Polarization between two parties were drubbing in disenchantment. All right. One must wash off one's fatigue to feel sanguine. Okay, fine. അടുത്തത് ഇനാക്ട്. നിങ്ങൾക്കറിയാം ഇനാക്ട് ചെയ്യുക, ഒരു ലോ ഇനാക്ട് ചെയ്യുക എന്നൊക്കെ കേട്ടില്ലേ, ഇനാക്ട് ചെയ്യുക. ഇനാക്ട്മെന്റ് നിങ്ങൾക്കറിയാം, ഇനാക്ട്മെന്റ്. സോ ഇനാക്ട് എന്ന വാക്കിന്റെ അർത്ഥം പാസ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക, ഓർ ആക്ട് ഔട്ട് ചെയ്യുക അല്ലേ. ഇനാക്ടിന് ഈ ആക്ട് ഔട്ടിന്റെ അർത്ഥം എന്താ? അഭിനയിക്കുക അല്ലെ. ഷീ ഇനാക്റ്റഡ് ദ റോൾ ഓഫ് ഇനാക്റ്റഡ് ദാറ്റ്. അവൾ ആ റോൾ ഇനാക്ട് ചെയ്തു, ആക്ട് ഔട്ട് ചെയ്തു അല്ലെ, ആക്ട് ചെയ്തു. അതിനെയാണ് ഇനാക്ട് എന്ന് പറയാം. രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് പാസ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക. അടുത്തത് ആക്ട് ഔട്ട്, ഇന്ന ക്യാരക്ടർ അല്ലെ. ഷീ ഇനാക്റ്റഡ് ദ റോൾ ഓഫ് ഷേക്സ്പിയർ, അല്ലെങ്കിൽ ഹി ഇനാക്റ്റഡ് ദ റോൾ ഓഫ് സംതിങ്, എന്തു ആയിക്കോട്ടെ നിങ്ങൾക്ക് പറയാം, മാർലോ, സംതിങ് ലൈക്ക് ദാറ്റ്. അടുത്തത് സ്കൾഡജറി. സ്കൾഡജറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നൗൺ ആണ്. മീനിങ് ഇതാണ്:
ട്രിക്കറി അല്ലെങ്കിൽ swindling അല്ലെങ്കിൽ chicanery. ഓക്കെ, chicanery, ട്രിക്കറി, swindling എന്നൊക്കെ അർത്ഥം. ഓക്കെ, അപ്പം അതായത് നമ്മൾ പറ്റിക്കുവാണ്, മറ്റുള്ള ഒരാളെ പറ്റിക്കുന്നതിന്, അയാളെ പറ്റിക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് സ്കൾഡജറി. സ്വിൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ, ആൾക്കാരെ പറ്റിക്കുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന സ്കൾഡജറി എന്ന് പറയാം. ഓർത്ത് വെച്ചോ, സ്കൾഡജറി മീൻസ് ദാറ്റ് മീൻസ് ട്രിക്കറി അല്ലെങ്കിൽ സ്വിൻഡ്ലിംഗ് അല്ലെങ്കിൽ ചിക്കനറി എന്നർത്ഥം. ഓക്കെ, the BJP retained its position in UP. Yes. How to decimate coronavirus from the world? അപ്പോൾ അത് ചോദ്യമല്ലേ പാർവതി, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുത്തോ. Parliament enacted Domestic Violence Act to curb violence against women. Yeah. All right. The Bhopal gas tank leakage decimated the entire city. Yes. Every developed country think that they are unassailable, but history shows us even they can be ebbed. Yes. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എവറി ഡെവലപ്ഡ് കൺട്രി, ഓരോ ഡെവലപ്ഡ് കൺട്രിയും, അപ്പോൾ സിംഗുലർ അല്ലേ, അതിൻ്റെ കൂടെ തിങ്ക് ദാറ്റ് വരുമോ, തിങ്സ് ദാറ്റ്. കേട്ടോ അശ്വതി, സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് കൊടുക്കുക. എവറി ഡെവലപ്ഡ് കൺട്രി തിങ്സ് ദാറ്റ് ദേ ആർ അൺഅസൈലബിൾ, ബട്ട് ഹിസ്റ്ററി ഷോസ് us ഈവൻ ദേ ക്യാൻ ബി എബ്ഡ്. അടുത്തത് സുവർണ. ഓക്കെ, അൺഎക്സ്പെക്ടഡ് ഫെയിലിയർ ഇൻ ദ elections caused disenchantment among the Congress leaders. Yes, it did. Okay, the election results made a dribbling effect towards Congress party. Dribbling ആണോ ഉദ്ദേശിച്ചത് അതോ ഡ്രബിംഗ് ആണോ? അതാണോ ഉദ്ദേശിച്ചത്? ഒരു ത്രാഷിംഗ് ആയിരുന്നു എഫക്റ്റ് ആയിരുന്നു എന്നുള്ളത്. ഡ്രബിംഗ് അല്ല ഉദ്ദേശിച്ചേ? അതായിരിക്കും. ഓക്കെ, അപ്പോൾ അതായിരുന്നു കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത് നോക്കാം. ബിറഫ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം അഡ്ജക്റ്റീവ് ആണ്. ബിറഫ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബിറഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിപ്രൈവ്ഡ് ഓഫ്, ഇല്ലായ്മ. ഓക്കെ, ഒരു കാര്യം ഇല്ലായ്മ, അതിന് ഇല്ലാത്ത അവസ്ഥ, ബിറഫ്റ്റ്. അത് തന്നെയാണ് സാൻസ് നമ്മൾ ഇന്നാൾ ഡിസ്കസ് ചെയ്തിരുന്നത്. എനിക്ക് ഓർമ്മയില്ല, നിങ്ങളൊക്കെ വരുന്നതിന് മുമ്പായിരിക്കാം, ആദ്യകാലത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വിതൗട്ട്, ഇല്ലായ്മ, വിതൗട്ട്. ഡിവോയിഡ്, ലാക്കിംഗ് എന്നൊക്കെയാണ് ബിറഫ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം. അഡ്ജക്റ്റീവ് ആണ്. ബിറഫ്റ്റ് മീൻസ് ഡിപ്രൈവ്ഡ് ഓഫ്, സാൻസ് വിതൗട്ട്, ഡിവോയിഡ് അല്ലെങ്കിൽ ലാക്കിംഗ്. അടുത്ത വാക്യം സ്ട്രാഡിൽ മീൻസ്, ശരിക്കും സ്ട്രാഡിൽ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഒരു കാലെടുത്ത് ഒരു കാല് മാത്രം എടുത്ത് ഇങ്ങനെ പൊക്കി വെക്കില്ലേ, ഒരു കാല് മാത്രം എടുത്ത് ഇങ്ങനെ ഉയർത്തി വെക്കില്ലേ ഈ ചെയറിലോ, അല്ലെങ്കിൽ ഒരു നമ്മൾ മൗണ്ട് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ മലയൊക്കെ കയറുമ്പോൾ അങ്ങനെയല്ലോ, ഒരു കാല് മുന്നോട്ട് വെക്കും, മറ്റേ കാല് താഴെയല്ലേ നിൽക്കുന്നത്. അതിനെയാണ് പറയുന്ന പേരാണ് സ്ട്രാഡൽ. യു മൗണ്ട് സ്ട്രൈഡ്, ഗെറ്റ് ഓൺ. നമ്മൾ ചെയറിലൊക്കെ ഒരു കാലെടുത്ത് പൊന്തിച്ച് വെച്ചിട്ട് മറ്റേ കാല് താഴെ വെക്കില്ലേ, അതിനാണ് സ്ട്രാഡൽ എന്ന് പറയും. എന്തിന്, നമ്മൾ ഈ ദേവി രൂപങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ, ഇനി ആളെ കൊല്ലാനൊക്കെ വരുമ്പോൾ ദേവി എന്ത് ചെയ്യും, കാലെടുത്ത് ഒരാളെ ചവിട്ടൂലേ, ആ അർത്ഥം. അതാണ് സ്ട്രാഡൽ. ഓക്കെ, അപ്പോൾ ഒരാളെ ചവിട്ടി നിൽക്കുക, അതാണ് സ്ട്രാഡൽ. ബെസ്ട്രൈഡ്, മൗണ്ട്, ഗെറ്റ് ഓൺ എന്നാണ് സ്ട്രാഡൽ എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത വാക്ക് സ്ക്വാൻഡർ നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ്. സ്ക്വാൻഡർ ചെയ്യാന്ന് പറഞ്ഞാൽ വേസ്റ്റ് ചെയ്യാം, മിസ്പെൻഡ്, അനാവശ്യമായിട്ട് ചിലവാക്കുക. ലാവിഷ്, ഡിസിപ്പേറ്റ്, അതിനെയാണ് നമ്മൾ സ്ക്വാൻഡർ എന്ന് പറയാം. വേസ്റ്റ്, മിസ്പെൻഡ്, ലാവിഷ്, ഡിസിപ്പേറ്റ് എന്നൊക്കെയാണ് സ്ക്വാൻഡർ എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത വാക്ക് ഈസ് റിസൗണ്ടിങ്. നമുക്കറിയാം, നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്. റിസൗണ്ടിങ് പോസിറ്റീവ് സെൻസിൽ പറയുന്ന വാക്കാണ്. എനോമസ്, റിസൗണ്ടിങ് സക്സസ്, എനോമസ്, മാസീവ്, ഹ്യൂജ്, റിവർബറന്റ്, മാറ്റുലി കൊള്ളുന്ന എന്നൊക്കെ അർത്ഥം അല്ലേ. അതാണ് റിസൗണ്ടിങ് എന്ന വാക്ക്. അടുത്ത വാക്ക് റെട്രിക് ആണ്. റെട്രിക് നമുക്കറിയാം. റെട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റെട്രിക് എന്ന വാക്ക് ഒരു നൗണാണ്. റെട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അതൊരു അലങ്കാരമാണ് കേട്ടോ. ഇറ്റ്സ് എൻ എക്സ്പ്രഷൻ, അതൊരു എക്സ്പ്രഷനാണ്. നമ്മുടെ ശൈലിയില്ലേ, നമ്മുടെ ആ ശൈലിക്കാണ് റെട്രിക് എന്ന് പറയാം. ആ എക്സ്പ്രഷൻ, സ്പീക്കിംഗ്, ഒറേറ്ററി, എലക്വൻസ്, ഡെലിവറി, ഡിക്ഷൻ എന്നൊക്കെ പറയും. ആ ഡെലിവറി ഇൻ ദ സെൻസ് മനസ്സിലായി, നമ്മളൊരു കാര്യം ഡെലിവർ ചെയ്യുന്നു, ഒരു വാക്ക് ഡെലിവർ ചെയ്യുന്നു, ഒരു വേർഡ് ഡെലിവർ ചെയ്യുന്നു, ഒരു ഐഡിയ ഡെലിവർ ചെയ്യുന്ന ആ അവസ്ഥ. ദാറ്റ് ഈസ് റെട്രിക്. യുവർ വേ ഓഫ് സ്പീക്കിംഗ്, യുവർ എലക്വൻസ്, യുവർ ഒറേറ്ററി, യുവർ എക്സ്പ്രഷൻ, യുവർ ഡിക്ഷൻ, അതിനാണ് റെട്രിക് എന്ന് പറയാം. നൗണ മറന്നുകൊണ്ട് കേട്ടോ. റെട്രിക് എന്ന് പറഞ്ഞാൽ ഒറേറ്ററി, എക്സ്പ്രഷൻ എന്നൊക്കെ. അപ്പോൾ അവരുടെ എന്താ പറയുക, നന്നായി സംസാരിക്കാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ആ ഹിസ് റെട്രിക് വാസ് പവർഫുൾ എന്ന് പറയില്ലേ. ചിലരുടെ വാക്കുകൾ, ചിലരുടെ സംസാരം മറ്റുള്ളവരെ അങ്ങനെയിട്ട് ഇതാക്കും, അട്രാക്ട് ചെയ്യും. അതിനെയാണ് റെട്രിക് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ? യാ, നോക്കട്ടെ. ദ എബിങ് ഓഫ് ഇന്ത്യൻ ഇക്കോണമി കനോട്ട് ഫിയസ്കോ പറയില്ല. ഫിയസ്കോ ഇസ് നൗൺ അല്ലേ, അതെങ്ങനെയാ പാർവതി ഇവിടെ അത് വേർബായിട്ട് ഉപയോഗിച്ചേ? കനോട്ട് ഫിയസ്കോ എന്ന് പറയാം. കനോട്ട് ഡിഫീറ്റ് over any other country or fail over any other country. Ebbing of Indian economy cannot
ഫെയിൽ ഓവർ എനി അതർ കൺട്രി അങ്ങനെ കൊടുത്തു. അല്ലാതെ അവിടെ ഫെയിലിയർ എന്നുള്ളത് നൗണാ, ഫെയിൽ എന്ന് പറയുമ്പോഴാണ് വേർബ്. അപ്പോൾ അവിടെ വേർബായിട്ട് ഫിയസ്കോ ഉപയോഗിക്കില്ല. The polarization within the party made its members to feel anguished. To feel anguished അല്ലെങ്കിൽ വെറും anguished ആണെങ്കിലും made the members anguished കറക്റ്റ് തന്നെയാണ്, ഒരു തെറ്റുമില്ല അതിൽ. അപ്പം ഉപയോഗിച്ചേക്കുന്നത് made the member anguish, anguished പറയില്ല, made its member anguish എന്ന് പറഞ്ഞത്. മെയ്ഡ് എന്ന കോസറ്റീവ് വേർബ്, മെയ്ഡ് ഇവിടെ കോസറ്റീവ് വേർബ് ആയിട്ടാണ് ദീപ്സ് ഉപയോഗിച്ചേക്കുന്നത്. കോസറ്റീവ് വേർബ് ആയിട്ട് മെയ്ഡ് ഉപയോഗിക്കും, അതിലൂടെ V1 ഉപയോഗിക്കാവുള്ളൂ. അപ്പം ഇങ്ങനെ കൊടുത്താൽ മതി. ദ പോളറൈസേഷൻ വിതിൻ ദ പാർട്ടി, ഡിഫറൻസ് വിതിൻ ദ പാർട്ടി മെയ്ഡ് ഇറ്റ്സ് മെമ്പേഴ്സ്. ആ ഇറ്റ്സ് മെമ്പേഴ്സ് ഒന്ന് ശ്രദ്ധിച്ചോണേ. എപ്പോഴും ഞാൻ പറയുന്ന ഈ ഇറ്റ്സ് ഉണ്ടോ, ഈ ഇറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസും ഇറ്റ് വാസ് ആകാം ഓർ ഇറ്റ് ഹാസ് ആകാം. അതിൻ്റെ ഷോർട്ടാണ് ഈ ഇറ്റ്സ്. അപ്പോൾ ഇവിടെ അതായിട്ടല്ലല്ലോ ഉപയോഗിച്ചേക്കുന്നത്, അവിടെ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന വേറൊരു യൂസേജാണ്. എന്താ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന ഇറ്റ്സ്, ഈ ഇറ്റ്സാ. ഇതെന്താ സാധനം, ഇത് പൊസസീവ് അഡ്ജക്റ്റീവ്. അതിനൊറ്റയ്ക്ക് നിൽക്കാൻ പറ്റുമോ, ഇല്ല. ഇതിനെന്ത് വേണം, ഒരു നൗൺ കൂടാണ്. ഇറ്റ്സ് മെമ്പേഴ്സ്, ഇറ്റ്സ് കളർ, ഇറ്റ്സ് റിസൾട്ട്, ഇറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ് കേട്ടോ. അപ്പോൾ ദീപ്സ് ഉപയോഗിച്ചേക്കുന്നത് ഇവിടെ രണ്ടാമത്തെ ഇറ്റ്സ് ആണ്, അതായത് ഈ ഇറ്റ്സ്. അപ്പോസ്ട്രോഫി ഇല്ലാത്ത ഇറ്റ്സ്. അപ്പോസ്ട്രോഫി ഉള്ള ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസിന്റെ ഷോർട്ട് ഫോം ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലോസാ, ഇറ്റ് ഈസ് ഒരു ക്ലോസാ. ഒരു ഇറ്റ് ഈസ് എ സബ്ജക്ട്, ഈസ് എസ് എ വേർബ്. അപ്പോൾ ഒരു ക്ലോസ് ആണ്. ആ ക്ലോസിന്റെ ഷോർട്ട് ഫോം, കൺട്രാക്റ്റഡ് ഫോം ആണ് ഇറ്റ്സ്. പക്ഷേ ഇവിടുത്തെ ഇറ്റ്സ് രണ്ടും ഒരേ പ്രൊനൗൺസിയേഷൻ ആണ്, ഹോമോഫോൺസ് ആണ്, പക്ഷേ മീനിങ് ഡിഫറെന്റ് ആണ്. ഇറ്റ്സ് പൊസസീവ് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ പോളറൈസേഷൻ വിത്തിൻ ദ പാർട്ടി മെയ്ഡ് ഇറ്റ്സ് മെമ്പേഴ്സ് ആംഗ്വിഷ്. അത് മതി. പോളറൈസേഷൻ മെയ്ഡ് ഇറ്റ്സ് മെമ്പേഴ്സ് ആംഗ്വിഷ്. മെയ്ഡ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു മേക്ക് എന്ന കോസറ്റീവ് വേർബിന് ശേഷം V1 വരാൻ പാടുള്ളൂ, നിർബന്ധമാണ് V1 വരാൻ പാടുള്ളൂ കേട്ടോ. Okay. Despite the changing spearhead among Congress leaders, they could not win in elections in most of the states. Yes. Okay. Hema often falls down in his brother's. Falls down alla. Hasina fall for. വീണ് പോകാറുണ്ട്. അല്ലേ, അത് fall for ആണ്, fall down അല്ല. അത് ആ വീണ് fall down എന്ന് പറഞ്ഞാൽ ശരിക്കും ലിറ്ററൽ വീണ് പോവുക, മറ്റേ fall for അങ്ങനെയാണ്. The Hema often falls for his brother's culture. Okay, അങ്ങനെ കൊടുക്കാം. Hema often falls for his brothers അല്ല, ഹേമ പെണ്ണല്ലേ ഉദ്ദേശിച്ചേ. അപ്പോൾ her brothers sculpture, ബ്രദേഴ്സിന്റെ ബ്രദേഴ്സ് സഹോദരന്മാരുടെ ആണെങ്കിൽ ബ്രദേഴ്സ്, അല്ലെങ്കിൽ ഒരു ബ്രദർ ആണെങ്കിൽ 6 കഴിഞ്ഞിട്ടാണ് അപ്പോസ്ട്രോഫി കൊടുക്കുക, എസ് കൊടുക്കേണ്ടത്, മറക്കരുത്. The decision of Putin to invade Ukraine made an anguish in Ukrainians. Yes, most of the people except Hindi heartland felt anguish for the election result. Main reason is that India has separated between lacking centrist and extremist right-wing politics. Okay. Except Hindi ആണോ, ഹിന്ദി ഹാർട്ട്ലൻഡോ? ഓക്കെ, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ മതി, അതായിരിക്കും. ഹിന്ദി എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആണ്, അപ്പോൾ അത് ഇവിടെ ബന്ധമല്ല കേട്ടോ. സിൻസ് മൈ ചൈൽഡ്ഹുഡ് കേട്ടോ ഹരി, സിൻസ് മൈ ചൈൽഡ്ഹുഡ് സിൻസ് മൈ ചൈൽഡ്ഹുഡ് മദർ സ്കോൾഡിങ് മീ ഫോർ സ്ക്വാൻഡറിങ്. സിൻസ് മൈ ചൈൽഡ്ഹുഡ് മുതൽ എന്നല്ലേ, അപ്പം ഇങ്ങനെ കൊടുക്കാം, മദർ ഹാസ് ബീൻ സ്കോൾഡിങ് മീ ഫോർ സ്ക്വാൻഡറിങ്. സിൻസ് മൈ ചൈൽഡ്ഹുഡ് മുതൽ മൈ മദർ ഹാസ് ബീൻ സ്കോൾഡിങ് മീ, ഇപ്പോഴും ഉണ്ടല്ലോ, അപ്പോൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, ഹാസ് ബീൻ സ്കോൾഡിങ് മീ ഫോർ സ്ക്വാൻഡറിങ്. All INC efforts met with fiasco. Yes. The decimation of the flats by the Kerala High Court give alla. Decimation of the flats alle. Our decimation ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ gives a relevant message to people who are unaware of environment laws. കേട്ടോ രമ്യ, the decimation of the flats by the Kerala High Court gives a relevant message to singular subject. അപ്പോൾ singular verb കൊടുക്കുക. To the people who are unaware of environment laws. Many of the Ukrainians are bereft food and water. In Kerala, most of the people are squandering the electricity, are wasting. അല്ലേ, അവിടെ വെറും സ്ക്വാൻഡറിങ് കൊടുത്താൽ verb കംപ്ലീറ്റ് ആയില്ല, മീനിങ് വന്നില്ല, അവിടെ ഒരു ഓക്സിലറി verb കൊടുക്കണം. In Kerala, most of the people, plural അല്ലേ, most of the people are squandering the electricity. AP success in Punjab was resounding. Yes, it was. And it is. It still is. Reading vaguely anything is really subaltern and squander. Subaltern, really subaltern, അത് adjective ആണ്. Squander adjective അല്ല.
Squandering കൊടുത്തോ, ing form കൊടുത്തോ, is subaltern and squandering, is inferior and wasting കൊടുക്കുക, is squandering. We should read our study materials retaining consciousness. Yeah. In COVID days, bereft of mass is not enacted by government. Okay. Sustainable development is a development bereft without squandering the natural resources. Okay. The election results was results alle election results ആവുമ്പോൾ നീതു അവിടെ റിസൾട്ട്സിന്റെ കൂടെ was വരില്ല. election result was a resounding victory for BJP അല്ലെങ്കിൽ election results were എന്ന് കൊടുക്കണം കേട്ടോ. അതാണ് പ്രശ്നം. റിസൾട്ട്സ് ആണ് വേറെ, റിസൾട്ട് ആണെങ്കിൽ was അത് മാറിപ്പോരുത്. Ebbing himself from the situation helped Akash retain his self-esteem. All right. Russia-Ukraine war had squandered life of human beings and creates resounding economic threats. Yeah. Yes. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ ഹരി, war had squandered, സ്ക്വാണ്ടർ ചെയ്തു പാസ്റ്റ് ടെൻസിൽ, പിന്നെ അവിടെ ക്രിയേറ്റ്സ് കൊടുക്കത്തില്ല. അപ്പൊ എങ്ങനെ കൊടുക്കണം? ഒന്നിന് കൊടുക്കാം Ukraine war creates squanders life of humans, squanders life of humans and creates resounding economic threats. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം Ukraine war had squandered life of human beings and created resounding economic threats. Okay. The sanctions imposed by America upon Russia made a disenchantment in the world's economy. Okay. Day before every exams, I think about time squandered by me. Okay. All right. Day before every exams, I think about time squandered by me. All right. Great. Moving on to last one. Last sentence sets ഇതാണ്. Formidable എന്ന് പറഞ്ഞാൽ intimidating ആയിട്ടുള്ള, forbidding ആയിട്ടുള്ള, threatening ആയിട്ടുള്ള, daunting ആയിട്ടുള്ള. ഫോമിഡബിൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡോണ്ടിങ്ങിന്റെ മീനിങ് ആയിട്ട് ഫോമിഡബിൾ നമ്മൾ പറഞ്ഞിരുന്നു ഇന്റിമിഡേറ്റിംഗ് ആണ്, ഫോർബിഡിംഗ് ആണ്, ത്രെറ്റനിങ് ആണ് എന്നൊക്കെ അർത്ഥം പറഞ്ഞിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഫോമിഡബിൾ മീൻസ് ഇന്റിമിഡേറ്റിംഗ്, ഫോർബിഡിംഗ്, ഡോണ്ടിങ് എന്നൊക്കെ അർത്ഥം. ഓക്കെ. അടുത്ത വാക്ക് ബെറഫ്റ്റിന്റെ കൂടെ ഓഫ് വേണമെന്ന് നിർബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനതൊന്ന് നോക്കട്ടെ. ഞാനത് വായിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. ഡിപ്രൈവ്ഡിന്റെ കൂടെ ഓഫ് വേണം. ബെറഫ്റ്റിന്റെ കൂടെ ഓഫ് വേണോ എന്നുള്ളത് വേണം. എപ്പോഴും വേണമെന്നില്ല. നമുക്ക് എപ്പോഴും വേണമെന്നില്ല. പക്ഷെ ഒരു കാര്യത്തിന്റെ കുറവെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ ബെറഫ്റ്റ് എന്നുള്ള യൂസേജ് ഓഫ് വെച്ചിട്ടാണ് ഉപയോഗിക്കാറ് എനിക്ക് തോന്നുന്നു. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഉപയോഗിക്കാറുണ്ട് ബെറഫ്റ്റ് കേട്ടോ. കാരണം ഒരു സെൻറ്റൻസ് ഞാൻ പറയാം. ഹി വാസ് ബെറഫ്റ്റ് ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞാൽ അവന് ഹോപ്പ് ഇല്ലായിരുന്നു. ഹി വാസ് ബെറഫ്റ്റ് ഓഫ് ഹോപ്പ് ഇല്ലായിരുന്നു. അപ്പം ഐ വാസ് ബെറഫ്റ്റ് ഓഫ് റിസോഴ്സസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് റിസോഴ്സസ് ഇല്ലായിരുന്നു. വിതൗട്ട് റിസോഴ്സസ്, ഐ വാസ് വിതൗട്ട് റിസോഴ്സസ് അങ്ങനെ കൊടുക്കാം. എന്നാൽ വേറെ എന്താ പറയാം, ആഫ്റ്റർ ദ ലാസ്റ്റ് ഓഫ് ദെയർ ചിൽഡ്രൻ ഹാഡ് ലെഫ്റ്റ് ഹോം ദ കപ്പിൾ ഫെൽറ്റ് അട്ടർലി ബെറഫ്റ്റ്. മനസ്സിലായോ? അങ്ങനെ ഉപയോഗിക്കാം. ആഫ്റ്റർ ദ ലാസ്റ്റ് ഓഫ് ദെയർ ചിൽഡ്രൻ ഹാഡ് ലെഫ്റ്റ്, അവസാനത്തെ കുട്ടിയും പോയി കഴിഞ്ഞപ്പം ലെഫ്റ്റ് ഹോം ദ കപ്പിൾ ഫെൽറ്റ് അട്ടർലി ബെറഫ്റ്റ്. അങ്ങനെ വരുമ്പോൾ ഓഫ് വേണ്ട. പക്ഷെ എന്താണ് വിട്ടുപോയത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ഓഫ് കൊടുക്കാം. എന്താ ഇല്ലായ്മയുള്ളതെന്നുള്ളത് അവിടെ ഇപ്പോൾ ഓഫ് കൊടുക്കണം, നിർബന്ധമാണ്. അവിടെ ഓഫ് കൊടുക്കണം കേട്ടോ. വ്യത്യാസം മനസ്സിലായ പാർവതി? ഓക്കെ. അടുത്താണ് ഇറ്ററേഷൻ. നിങ്ങൾക്ക് അറിയാം, നൗൺ ആണ്. റിപ്പറ്റീഷൻ, റീസ്റ്റേറ്റ്മെന്റ്, റിഡൻഡൻസി, അതാണ് എന്താണ് ഇറ്ററേഷൻ എന്ന് പറയാം. വീണ്ടും പറയുന്ന ഒരു കാര്യമാണെങ്കിൽ ദാറ്റ് ഇസ് റിപ്പറ്റീഷൻ, ദാറ്റ് ഇസ് ഇറ്ററേഷൻ. അതുപോലെ തന്നെ റീസ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ റിഡൻഡൻസി എന്ന് നമ്മൾ പറയും. അടുത്ത വാക്ക് ഇസ് മെനേസ് ആണ്. നിങ്ങൾക്കറിയാം മെനേസ് എന്ന വാക്ക് നമ്മൾ നൗൺ ആയിട്ട് വേർബ് ആയിട്ട് ഉപയോഗിക്കും. മെനേസിങ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പം മെനേസിങ് എന്നുള്ളത് ത്രെറ്റനിങ് ആണല്ലോ എന്നൊക്കെ പറയില്ലേ? അഡ്ജക്റ്റീവ് ഫോർമുലേഷനിലും ing ഫോമായിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടില്ലേ? അതിൽ മെനേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേഞ്ചർ, പെറൽ, ഹസഡ്, റിസ്ക് എന്നൊക്കെ പറയും. അപ്പോൾ വേർബാണെങ്കിലോ ത്രെറ്റൻ ചെയ്യുക, ഇംപെറൽ ചെയ്യുക, ഓർ റിസ്ക് ചെയ്യുക. ദാറ്റ് ഇസ് മെനേസ്. വേർബായിട്ടും നൗൺ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. ഓക്കെ. റിട്ടേണിംഗ് ഉക്രൈനിയൻ മെഡിക്കൽ സ്റ്റുഡൻസ് ഇൻ ഗവൺമെന്റ്സ് income is not resounding and it is sculpturing. Okay. All right. I regret that I squandered my valuable time by sleeping. All right. Her last fiasco made her work hard and created a resounding success. That's great. Formidable acts of Putin created a fiasco in Ukraine. Yes. Okay. സെറ്റ് ആണല്ലോ. നമുക്ക് നേരെ പോകാം നമ്മുടെ ആർട്ടിക്കിളിലോട്ട്. വലിയ ആർട്ടിക്കിളാണ്. നമുക്ക് വി നീഡ് ടൈം ഫോർ റീഡിങ് ഇറ്റ്. ദ വിന്നിംഗ് ഫോർമുല, ഇതാണ് ഇന്നത്തെ ആർട്ടിക്കിളിന്റെ പേര്. സോ ലെറ്റ്സ് ഗോ ടു ദ ആർട്ടിക്കിൾ. അപ്പം നിങ്ങൾക്ക് അതിന്റെ ഇടയിൽ സെന്റൻസ് വൊക്കാബ് എല്ലാം മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടേ. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ.
ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഇട്ട് പോണേ. വീഡിയോ ലൈക്ക് ഇടാൻ മറക്കണ്ട. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. ഓക്കെ, യാ, ലെറ്റ്സ് മൂവ് ടു ദ ആർട്ടിക്കിൾ. ആർട്ടിക്കിളിന്റെ പേര് ഇതാണ്, ദ വിന്നിംഗ് ഫോർമുല. ഓക്കെ, അപ്പം വിൻ ചെയ്യുന്നതിന്റെ ഫോർമുല എന്താണ്, വിൻ ചെയ്യാനുള്ള ഫോർമുല എന്താണ്? Mobilization on caste and regional identities was no match for the communal polarization politics of the BJP. മൊബിലൈസേഷൻ, നമ്മളിപ്പോൾ എത്ര ആൾക്കാരെ കൂട്ടുന്നു ഓൺ കാസ്റ്റ് ആൻഡ് റീജിയണൽ ഐഡന്റിറ്റീസ് ഉള്ള, കാസ്റ്റ് ഐഡന്റിറ്റീസ് ഉള്ള ആൾക്കാരെ നമ്മൾ വിളിച്ചു കൂട്ടുവാണ്. യു ആർ പ്രിപ്പയറിംഗ് പീപ്പിൾ ആൻഡ് ട്രൂപ്പിംഗ് ദം അല്ലേ, കാര്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നു, ആക്റ്റീവ് സർവീസിന് വേണ്ടി കൊണ്ടുപോവാണ്. ആൾക്കാരെ കൂടുതൽ അസംബിൾ ചെയ്താലും ഒരു കാര്യമില്ല. വാസ് നോ മാച്ച്, അത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതിന് ഈക്വൽ ചെയ്യാൻ പറ്റിയില്ല ഫോർ ദ കമ്മ്യൂണൽ പോളറൈസേഷൻ. യു നോ വാട്ട് കമ്മ്യൂണൽ റിലേറ്റിംഗ് ടു കമ്മ്യൂണിറ്റി, റിലിജൻ ആയിട്ടുള്ള ആ ഡിഫറൻസ് അല്ലേ, അതിനെയാണ് കമ്മ്യൂണൽ എന്ന് പറയുക. സോ കമ്മ്യൂണൽ പോളറൈസേഷൻ പൊളിറ്റിക്സ് ഓഫ് ദ BJP. അപ്പോൾ BJPയുടെ പ്രശ്നം എന്താ? BJPക്ക് ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഉണ്ട്, കമ്മ്യൂണൽ ഡിഫറൻസിയേഷൻ, ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി ഉണ്ട്, കമ്മ്യൂണൽ ഡിവൈഡ്, ആ ഡിവിഷൻ ഉണ്ട്. ആ പൊളിറ്റിക്സ് ഓഫ് BJPന്റെ മുൻപിൽ മൊബിലൈസേഷൻ ഓൺ കാസ്റ്റ് ആൻഡ് റീജിയണൽ ഐഡന്റിറ്റീസ് ഒന്നും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ആർട്ടിക്കിൾ. ദാറ്റ് ഇസ് എ വിന്നിംഗ് ഫോർമുല. ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ടുഡേ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർട്ടിക്കിൾ നമ്മുടെ BJP ജയിച്ചതിനെ പറ്റിയാണ്. ആൻഡ് എന്താണ് വിന്നിംഗ് ഫോർമുല ഇവിടെ പറഞ്ഞേക്കുന്നത്? മൊബിലൈസേഷൻ ഓൺ കാസ്റ്റ് ആൻഡ് റീജിയണൽ ഐഡന്റിറ്റീസ് ആണ്. അത് ഒന്നും കാര്യമായില്ല, അതൊന്നും വിജയിക്കാൻ പറ്റില്ല എന്നതിൻ്റെ കൂടെ BJPയുടെ കമ്മ്യൂണൽ പോളറൈസേഷന് മുൻപിൽ, പൊളിറ്റിക്സിന് മുൻപിൽ. സോ ലെറ്റ്സ് റീഡ്. ദ ഭാരതീയ ജനതാ പാർട്ടി BJP has retained power in all the 4 states. ഒരു സെക്കൻഡ്. It held. Of the 5 that went to the polls between February 10 and March 7, while the Congress lost the only one it had, Punjab, to the Aam Aadmi Party AAP. The BJP overcame the fatigue and popular disengagement it had accumulated over 5 years in Uttar Pradesh, Goa, Uttarakhand and Manipur, while the Congress collapsed in Punjab. The popularity of Prime Minister Narendra Modi, who, അപ്പോൾ പറഞ്ഞു വന്നത് വെച്ചാൽ ഭാരതീയ ജനതാ പാർട്ടി BJP എന്ന വീണ്ടും പവർ റിറ്റെയിൻ ചെയ്യുന്നു, കീപ്പ് ചെയ്യുന്നു, മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇൻ 4 states, 4 സ്റ്റേറ്റ്സിലും ഈ BJP പോകുന്നു. ഓഫ് ദ 5 സ്റ്റേറ്റ്സിലെ 4 റിറ്റെയിൻ ചെയ്യുന്നുണ്ട്. പോൾ വന്ന സമയത്ത് ഫെബ്രുവരി 10 മുതൽ മാർച്ച് 7 വരെയുള്ള പോളിന്റെ റിസൾട്ട് വന്ന സ്റ്റേറ്റസ് വന്നപ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരേ ഒരു സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസിന് പറഞ്ഞ് നിൽക്കാൻ പറ്റുന്നത്, അത് പഞ്ചാബായിരുന്നു. ആ പഞ്ചാബിൽ ആ സീറ്റും അങ്ങ് പോയി. ആർക്കാ പോയത്? അത് കൊണ്ടുപോയത് ആരാ? ആം ആദ്മി പാർട്ടി, AAP. നമ്മുടെ ആം ആദ്മി പാർട്ടി പഞ്ചാബിലെ സീറ്റ് കൊണ്ടുപോയി. ഓൾറെഡി ഓർമ്മയില്ലേ, കോൺഗ്രസ് ഒരുപാട് ട്രൈ ചെയ്തിരുന്നു അല്ലേ, നമ്മുടെ കാസ്റ്റ് പൊളിറ്റിക്സ് വെച്ചിട്ടൊരു കളി കളിക്കാൻ നോക്കിയായിരുന്നു, പക്ഷെ അതൊന്നും നടന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ദ BJP ഓവർകെയിം ദ ഫറ്റീക്ക്. BJP എന്താ ചെയ്തു? BJP ആ ടയർനെസ്സും വെയർനെസ്സും ഒക്കെ അങ്ങ് ഓവർകം ചെയ്തു. ആൻഡ് അതുപോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ, ഡിസ്കണ്ടന്റ് ഉണ്ടായിരുന്നു ആൾക്കാരുടെ ഇടയിൽ, അതും എന്ത് ചെയ്തു? അതിനെ ഓവർകം ചെയ്യാൻ BJPക്ക് പറ്റി. 5 വർഷമായിട്ടുള്ള ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നു BJPയോട്. അതിനെയൊക്കെ ഫറ്റീക്കിനെയൊക്കെ, ആ ടയർനെസ്സിനെ വെയർനെസ്സിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റി? ഓവർകം ചെയ്യാൻ പറ്റി. ആർക്ക്? BJPക്ക്. എവിടെ? ഉത്തർപ്രദേശില്, ഗോവയില്, ഉത്തരാഖണ്ഡില്, മണിപ്പൂരില്, 4 സ്ഥലങ്ങളിലും. ഓക്കെ, എന്നാ പഞ്ചാബിൽ മാത്രം അത് AAP കൊണ്ടുപോയത്. ഉത്തർപ്രദേശിലായിക്കോട്ടെ, ഉത്തരാഖണ്ഡിലായിക്കോട്ടെ, ഗോവ ആയിക്കോട്ടെ, മണിപ്പൂർ ആയിക്കോട്ടെ, ഇവിടെ എല്ലാം BJP തൂത്തുവാരി. അതേസമയത്ത് കോൺഗ്രസിന് ഒരേ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന പഞ്ചാബായിരുന്നു. ആ പഞ്ചാബ് പോയി AAPയുടെ. അപ്പോൾ ഓർക്കുക, നമ്മുടെ പോപ്പുലാരിറ്റി വളരെ പോപ്പുലർ ആണ് നരേന്ദ്രമോദി. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സോ പോപ്പുലർ, ഹിസ് പോപ്പുലാരിറ്റി who remained the center figure of BJPയുടെ സെന്റർ ഫിഗർ ആയിട്ട്, അതായത് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ മോഡിയാണ് അല്ലെ, പ്രൈം മിനിസ്റ്റർ മോഡിയാണ്. അപ്പം BJP ക്യാമ്പയിന്റെ സെൻട്രൽ ഫിഗർ ആയിട്ട് നിൽക്കുന്നത്, റിമെയിൻ ചെയ്യുന്നത് നമ്മുടെ മോഡിജിയാണ്. കോൺട്രിബ്യൂട്ടഡ് സിഗ്നിഫിക്കന്റ്ലി ടു ദ പാർട്ടീസ് വിക്ടറി. ഭയങ്കര കോൺട്രിബ്യൂഷൻ ആയിരുന്നു പാർട്ടിയുടെ വിക്ടറിക്ക്, ഒരുപാട് ഒരു ഇൻവോൾവ്മെന്റ് ഉള്ളത് അത് നമ്മുടെ മോഡിജിയാണ്. ഫോർ ദ കോൺഗ്രസ്, ദ ലീഡർഷിപ്പ് ഓഫ് ഗാന്ധി ഫാമിലി ഹാസ് ബിക്കം മോർ ഓഫ് എ ബർഡൻ ഗോയിങ് ബൈ ഇറ്റ്സ് മൂവ്സ് ahead of the elections that contributed directly to the party's Punjab debacle. The resounding victory of AAP in Punjab opens new possibilities for the emergence of a national alternative to the BJP, but at the moment, the latter's electoral appeal appears unassailable. A combination of identity appeals, welfare promises, and strong-wind rhetoric help the winners. പറഞ്ഞു വന്ന എന്താ വെച്ചാൽ, നമ്മുടെ BJPയുടെ ഏറ്റവും വലിയൊരു നെടുന്തൂണ് നമ്മുടെ മോദിജിയാണ് നമ്മൾ പറഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധി ഫാമിലിയുള്ള ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നമായിട്ട്, പ്രതിസന്ധിയായിട്ട് തന്നെ അവർക്ക് നിൽക്കും. ഗാന്ധി ഫാമിലിയുടെ ലീഡർഷിപ്പാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ദാറ്റ് ഹാസ് ബിക്കം എ ബർഡൻ ടു ദം. ഇപ്പോൾ ഒരു ബർഡൻ ആയിട്ട് അവർക്ക് മനസ്സിലാവുകയാണ്. ടു മൂവ് എഹെഡ്
ഇലക്ഷനുമായിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ഇത് പറ്റില്ല അവർക്കിനി. അത് തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത് പഞ്ചാബിലെ ഡെബക്ക് ഫെയിലിയറിന് കാരണമായത്. പാർട്ടിയുടെ പഞ്ചാബിലെ ഫെയിലിയറിന് കാരണമായത് ഈ പറയുന്ന ബേർഡൻ തന്നെയാണ്. അതായത് ഗാന്ധി ഫാമിലിയുടെ ലീഡർഷിപ്പ്, അതാണ് ഈ പ്രശ്നം. അപ്പോൾ AAPയുടെ സൗണ്ടിങ് ആയിട്ടുള്ള മാസീവ് സക്സസ് എന്ന് പറയുന്നത്, വെർബറൻ്റ് ആയിട്ടുള്ള സക്സസ് ഉണ്ടല്ലോ പഞ്ചാബിൽ, അതൊരു പുതിയ പോസിബിലിറ്റി നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എമർജൻസ് ഓഫ് എ നാഷണൽ ഓൾട്ടർനേറ്റീവ്. ഇനി BJPക്ക് ഒരു ഓൾട്ടർനേറ്റീവ്, അവർക്ക് ഒരു എതിരാളിയായിട്ട് വരുന്ന, അവർക്ക് പകരം വെക്കാൻ നമുക്ക് ഒരാളുള്ളത് ഇനി AAP ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് വെക്കാൻ വന്നിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ മൊമെന്റ്, എന്നാൽ ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ നമുക്ക് പറയാൻ പറ്റില്ല. ലാറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തത്, അതായത് BJP രണ്ടാമൻ, സെക്കൻഡ് വൺ എന്നല്ലേ ലാറ്റർ പറയാ. രണ്ടുപേരും രണ്ടാമനെ ലാറ്റർ എന്ന് പറയും. ലാറ്റേഴ്സ് ഇലക്ട്രൽ അപ്പീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അൺഅസൈലബിൾ ആണ്, ഇറ്റ് ഈസ് ഇംപ്രഗ്നബിൾ ആണ്. അത് നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റില്ല. വി കൻ നോട്ട് ടേക്ക് ഇറ്റ് അവേ ഫ്രം ദം. അവരിൽ നിന്ന് നമുക്ക് പറ്റാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് അൺബ്രേക്കബിൾ. അത്രയും ഇലക്ട്രൽ അപ്പീൽ ഉണ്ട് BJPക്ക്. അത് മാറ്റിയെടുക്കുക, അത് അല്ലെങ്കിൽ ആൾക്കാരിൽ നിന്ന് കൈയെടുക്കാൻ കോൺക്വർ ചെയ്യാൻ നമുക്ക് പറ്റുമോ? ഇറ്റ്സ് അൺകോൺക്വറബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഒരു കോമ്പിനേഷൻ ഇവിടെ ഉണ്ട്. ഐഡന്റിറ്റി അപ്പീൽസ് ഉണ്ട്, വെൽഫെയർ പ്രോമിസസ് ഉണ്ട്, സ്ട്രോങ് മാൻ റെട്രിക് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ കാരണം ഐഡന്റിറ്റി അപ്പീൽ വളരെ ഇതാണ്. അടുത്തത് വെൽഫെയർ പ്രോമിസസ്, ഒരുപാട് പ്രോമിസുകൾ കൊടുത്തിട്ടുണ്ട്. അത് ചെയ്തു തരാം, ഇത് ചെയ്തു തരാം എന്നുള്ള പ്രോമിസസ്. ആൻഡ് സ്ട്രോങ് മാൻ റെട്രിക്, അടിപൊളിയായിട്ടുള്ള ഭാഷണം, ഡിക്ഷൻ, ഒറട്രി സ്കിൽസ് ഉണ്ട് അല്ലേ. അതാണ് പറഞ്ഞ മോദിജി മുന്നിൽ നിൽക്കുന്നു. മോദിജിയുടെ സംസാരം അല്ലെ, പ്രസംഗമൊക്കെ ആൾക്കാരുടെ മുമ്പിൽ അങ്ങ് വീഴ്ത്തിക്കളയും, അങ്ങനെ പറയില്ല, നമ്മളെ അങ്ങ് ഇരുത്തിക്കളയോ എന്ന് പറയില്ലേ, ആ ഒരു അവസരമാണ്. അപ്പൊ ഈ 3ന്റെയും ഒരു മിക്സപ്പ് ആണ് ശരിക്കും പറഞ്ഞാൽ വിന്നേഴ്സിനെ BJP ഹെൽപ്പ് ചെയ്തത്. ദ BJP in 4 states and AAP in Punjab. Okay, the potency of a caste-oriented social justice plank as a mobilization strategy is at a low ebb as a collapse of its Samajwadi Party SP version in UP and Congress version in Punjab shows. Dynastic politics can be taken as having received a definitive drubbing. The leadership of many of the parties on the losing side are controlled by families over generations. The Congress, the Shiromani Akali Dal Assad, the Samajwadi Party and the Rashtriya Lok Dal അങ്ങനെയുള്ള പാർട്ടീസൊക്കെ. Mr. Modi and AAP leader Arvind Kejriwal were quite possibly seen by the supporters as subaltern raiders of elite citadels. അപ്പൊ പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, നമുക്ക് ഇന്ത്യ ഒന്ന് ക്ലോസ് ആയിട്ടൊന്ന് നോക്കാം. ഇതിലോട്ട് നമുക്ക് നോക്കുവാണ് ഇന്ത്യയുടെ പ്രശ്നം എന്താ ശരിക്കും. ഈ പൊട്ടൻസിയുടെ കാരണം, ഈ ഒരു കഴിവ്, ഈ ഒരു പൊട്ടൻസിയുടെ അതിൻ്റെ ഒരു കഴിവ്, എന്തൊരു പോസിബിലിറ്റി, പൊട്ടൻസി എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, അതിന്റെ പോസിബിലിറ്റി ഓഫ് എ കാസ്റ്റ് ഓറിയന്റഡ് സോഷ്യൽ ജസ്റ്റിസ് പ്ലാങ്ക് ആസ് എ മൊബിലൈസേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു ലോ എബാണ്, നടക്കുന്ന ഒരു പരിപാടിയല്ല. ആസ് എ കൊളാപ്സ് ഓഫ് അതിന്റെ കാരണം കൊണ്ട് തന്നെയാണ് സമാജ്വാദി പാർട്ടിയുടെ വേർഷൻ UPയിൽ തോറ്റുപോയത്. അതുപോലെ കോൺഗ്രസ് വേർഷൻ പഞ്ചാബിലും കാണിക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഇനി കാസ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരാൻ നോക്കില്ല. താഴെത്തട്ടിലുള്ള കാസ്റ്റിലുള്ളവരെ കൊണ്ടുവന്ന് അവരെ ലീഡർഷിപ്പിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ലീഡർഷിപ്പ് കിട്ടും, അല്ലെങ്കിൽ റൂള് കിട്ടും എന്നൊക്കെ വിചാരിക്കുന്നത് അത് പഴയ മോഡൽ. അത് ഇവിടെ നടക്കില്ല. ഇപ്പം അത് വലിയൊരു പ്രശ്നമായി നടക്കും. അതൊന്നും ഈ ഇന്ത്യയിൽ നടക്കില്ല ഇനി. അതാണ് സമാജ്വാദി പാർട്ടിക്കാരുടെ വേർഷന്റെ കാര്യത്തിൽ UPയിൽ കണ്ടതും അതുപോലെ കോൺഗ്രസ് പാർട്ടി പഞ്ചാബിൽ കണ്ടതും. നമ്മൾ ആ ഫെയിലിയറിന്റെ കാര്യം നമുക്ക് പറ്റും. പിന്നെ ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ്, അതായത് ഡൈനാസ്റ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, വംശാവലി അല്ലെ, വംശാവലിക്കാണ് നമ്മൾ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. അതായത് ഒരു രാജാവ് ഭരിച്ചു, ആ രാജാവ് നിങ്ങൾക്കറിയാം, മുഗൾ ഡൈനാസ്റ്റി, മുഗൾ രാജഭരണം അല്ലെ, അതുപോലെയാണ് ഈ പറയുന്ന, അതിനാണ് ഒരു തിരിച്ചടി കിട്ടിയേക്കുന്നത്, അതിനാണ് ഒരു ഡ്രബിങ് ഇവിടെ കിട്ടിയേക്കുന്നത്. ആ ഒരു വംശാവലി ഇപ്പൊ പറഞ്ഞില്ലേ, ഗാന്ധി ഫാമിലിയാണ് കോൺഗ്രസ് പാർട്ടിയിൽ മൊത്തത്തിലുള്ളത്, അത് വലിയ പ്രശ്നമാണ്. അതുപോലെ അതായത് ഇവരുടെ ഫാമിലിയാണ് ശരിക്കും ലൂസിങ്സ് ആയിട്ടുള്ളത്. ദേ ആർ കൺട്രോൾ ബൈ ദ ഫാമിലീസ് ഓവർ ജനറേഷൻസ് ആയിട്ട് അവർ തന്നെ കൺട്രോൾ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് ഈ പറയുന്ന അതിവിടെ വിജയിക്കാതെ. ബിക്കോസ് വി ആർ ലിവിങ് ഇൻ എ ഡെമോക്രസി. ഇനി ആ പഴയ രീതി മാറ്റിപ്പിടിക്കണം, ഇല്ലെങ്കിൽ പണിവാളും. കോൺഗ്രസിനെ എടുത്തോ, ശിരോമണി അകാലി ദൾ എടുത്തോ, അതാണെങ്കിലും സമാജ്വാദി പാർട്ടി എടുത്തോ, രാഷ്ട്രീയ ലോക് ദൾ എടുത്തോ, ഇവിടെയൊക്കെ പ്രശ്നം വന്നേക്കുന്നത് ഈ പറയുന്ന ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ആണ് ഏറ്റവും വലിയ പ്രോബ്ലം. അതുകൊണ്ടാണ് ഈ നമ്മൾ ഫെയിലിയർ വന്നത്. അതേ സമയത്ത് മിസ്റ്റർ മോദിയും AAP ലീഡറായ അരവിന്ദ് കെജ്രിവാളും എടുത്തു. ദേ ആർ ക്വൈറ്റ് പോസിബിളി സീൻ ബൈ ദർ സപ്പോർട്ടേഴ്സ്. അവരെ സപ്പോർട്ടേഴ്സ് കാണുന്ന ആരായിട്ടാണ്? ദേ ആർ സീൻ ആസ് സബോൾട്ടേൺ റെയ്ഡേഴ്സ് ആയിട്ടാണ് കാണുന്നത്. അതായത് ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫീരിയർ ആയിട്ടുള്ള റെയ്ഡേഴ്സ് ആണ്. എന്തിനെ റെയ്ഡ് ചെയ്യുന്നവരാ അവര്?
എലൈറ്റ് സിറ്റഡൽസ്, വളരെ റിച്ച് ആയിട്ടുള്ള, എലൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ക്ലാസ് അല്ലേ, എലൈറ്റ് എന്ന ഹൈ ക്ലാസ്. ഈ ഹൈ ക്ലാസ് ഫോർട്ട്സിനെയൊക്കെ റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഫീരിയർ ആയിട്ടുള്ള അല്ലെ താഴെത്തട്ടുള്ള സാധാരണക്കാരായ കുറച്ച് ആൾക്കാരായിട്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ മോഡിജിയൊക്കെ ആൾക്കാരെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു പൊളിറ്റിക്സ് ഇങ്ങനെ വന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു നെക്സ്റ്റ് പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫിൽ നോക്കി, ദ UP ചീഫ് മിനിസ്റ്റർ Yogi Adityanath has risen as a formidable vote catcher for the BJP in the Hindi heartland. His brushes with controversies only add to the popularity. The results suggest and a new Modi Yogi iteration of Hindutva politics have reinforced the BJP in UP. The voters had appeared anguished with inflation, stray cattle menace, poor COVID-19 management and unemployment, but not enough to vote out BJP government. The protracted agitation of farmers had minimal impact on the polls as the BJP won many seats in the epicenter of West UP. It appears that the non-Jat and non-Muslim votes considerably consolidated. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നോക്കിക്കേ, UP ചീഫ് മിനിസ്റ്ററായ യോഗി ആദിത്യനാഥ് അങ്ങേര് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഒരു ഫോമിഡബിൾ ആയിട്ടുള്ള, ഇനി അങ്ങനെ മാറ്റാൻ പറ്റില്ല, അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു വോട്ട് ക്യാച്ചറായിട്ട് മാറിയിട്ടുണ്ട്. വളരെ ത്രട്ടനിങ് ആയിട്ടുള്ള ഒരു വോട്ട് ക്യാച്ചറായിട്ട് മാറിയിട്ടുണ്ട് BJPയുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ മൊത്തത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന്റെ ബ്രഷസ് ഒരുപാട് കോൺട്രവേഴ്സിയിൽ ഉണ്ടല്ലോ, ഒരുപാട് കോൺട്രവേഴ്സിയിൽ പെട്ടിട്ടുണ്ട് അദ്ദേഹം, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ആ കോൺട്രവേഴ്സി ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആഡ് ടു ഹിസ് പോപ്പുലാരിറ്റി. കോൺട്രവേഴ്സീസ് ഒക്കെ ബ്രഷ് വിത്ത് സംതിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബ്രഷ് വിത്ത് എന്ന് പറഞ്ഞാൽ എൻകൗണ്ടർ വിത്ത് എന്നാണ്. എൻകൗണ്ടർ, ബ്രഷ് വിത്ത് മീൻസ് എൻകൗണ്ടർ. ഓക്കെ, എൻകൗണ്ടർ റീസെന്റ്, എൻകൗണ്ടർ റീസെന്റ്, ഈയിടെയായിട്ട് എൻകൗണ്ടർ ചെയ്ത എന്നാണ് അർത്ഥം. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു എൻകൗണ്ടറിലുള്ള കോൺട്രവേഴ്സിലുള്ള എൻകൗണ്ടർ എന്ന് പറയുന്നത് ശരിക്കും പോപ്പുലാരിറ്റി കൊണ്ടുവരാൻ ചെയ്തത് അല്ലേ. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കോമന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര തരംഗമായവരൊക്കെ ഭയങ്കര പോപ്പുലർ ആവും അല്ലേ, അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം അത് നമ്മൾ കാണിച്ചു തരുന്നത് വെച്ചാൽ മോദിജിയുടെയും യോഗി ആദിത്യനാഥിന്റെയും ഐട്രേഷൻ, അവരുടെ റെപ്പറ്റേഷൻ ഓഫ് ഹിന്ദുത്വ പൊളിറ്റിക്സ് ആണ്. ഹിന്ദുത്വ പൊളിറ്റിക്സ് ഒരുപാട് റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്, സ്ട്രോങ് ആക്കിയിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫോർട്ടിഫൈഡ്, റീഇൻഫോഴ്സ് ചെയ്യുന്ന സപ്പോർട്ടഡ് അല്ലെങ്കിൽ സ്ട്രെങ്തൻഡ്. BJP യുപിയിൽ BJP ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ചെയ്ത് ഈ പറയുന്ന മോദിജിയുടെയും യോഗി ആദിത്യനാഥിന്റെയും ഇറ്ററേഷൻസ് ആണ്, റെപ്പറ്റേഷൻ ഓഫ് ഹിന്ദുത്വ പൊളിറ്റിക്സ് ആണ്. അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ വോട്ടേഴ്സ് ഒരുപാട് ആംഗ്വിഷ്ഡ് ആയിരുന്നു. ദേ വർ റിയലി ടയേർഡ്, എക്സോസ്റ്റഡ് വിത്ത് എന്തൊക്കെയാ നമ്മൾ ഏറ്റവും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയായിരുന്നു? ഇൻഫ്ലേഷൻ ഒരു പ്രശ്നമായിരുന്നു, സ്ട്രേ കാറ്റലിന്റെ ഈ ഒരു ഏറ്റവും വലിയ ഡേഞ്ചർ, അത് വളരെ പ്രശ്നമായിരുന്നു. പിന്നെ പോർ COVID-19 മാനേജ്മെന്റ് ഉണ്ടായിരുന്നു, അൺഎംപ്ലോയ്മെന്റ് ഒരു പ്രശ്നമാണ്. ഇതൊക്കെ ഇതെല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും ഈവൻ ദോ ബട്ട് നോട്ട് ഇനഫ് ടു ദ വോട്ട് ഔട്ട് ഓഫ് BJP ഗവൺമെന്റ്. പക്ഷേ BJP ഗവൺമെന്റ് വോട്ട് ഔട്ട് ചെയ്യാൻ മാത്രമുള്ള ഒരു പ്രശ്നം ഇല്ലായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ പ്രൊട്രാക്ട് ചെയ്ത് നമ്മൾ എന്താ പറയാ, എവിടെ പ്രൊട്രാക്ട് ചെയ്യുന്ന നമ്മൾ ശരിക്കും പറഞ്ഞാൽ എടുത്ത് കാണിക്കത്ത അജിറ്റേഷൻ ഓഫ് ഫാമേഴ്സിന്റെ ഒന്നും പ്രൊട്രാക്റ്റഡ് ആയിട്ടുള്ള അജിറ്റേഷൻ ഉണ്ടായിരുന്നത് അല്ലെ. പ്രൊട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ എവിഡന്റ് ആയിട്ട് നമുക്ക് ഇറ്റ് വിസിബിൾ, ഇറ്റ് സീൻ അല്ലെ, കാണിച്ചിരുന്നു. പക്ഷെ അതിനൊരു മിനിമൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഫാമേഴ്സ് ലെജിസ്ലേഷൻ, ശരിക്കും ഫാം ലോസ് ഒക്കെ ഇലക്ഷനൊരു വലിയൊരു കാരണമാകും, ഇലക്ഷന്റെ പ്രതിച്ഛായ തന്നെ മാറ്റുമെന്നൊക്കെ വിശ്വസിച്ചിരുന്നു. ബട്ട് നത്തിങ് ഹാപ്പൻഡ് ഇൻ ദ എപ്പിസെന്റർ ഓഫ് വെസ്റ്റ് യു പി. ഉത്തർപ്രദേശിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പോലും അവിടെ പോലും നോ പ്രോബ്ലം ഹാപ്പൻഡ്. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, നോൺ ജെറ്റ് ആൾക്കാരും നോൺ മുസ്ലിം വോട്ട്സും കൂടെ കോൺസോളിഡേറ്റഡ് ബിഹൈൻഡ് ദ BJP ഇൻ ദ ഫേസ് ഓഫ് അഗ്രസീവ് ക്യാമ്പയിൻ ഓഫ് ദ SPRLD അലയൻസ്. SPRLD അലയൻസിന്റെ ഭാഗമായിട്ട് നോൺ മുസ്ലിംസിന്റെ മാത്രമാണ് വോട്ടുകൾ കൂടി വന്നത്. ജറ്റിന്റെ വോട്ട് കിട്ടിയില്ല, മുസ്ലിംസിന്റെ വോട്ട് കിട്ടില്ല, ബാക്കി എല്ലാവരുടെയും വോട്ട് കൂടെ കൂടിയാണ് ഇവർ ജയിച്ചത്. അവിടെ ഒരു പ്രോബ്ലം ഉണ്ടില്ല. UP അതുകൊണ്ടല്ലേ BJP കൊണ്ടുപോയത്. അപ്പോൾ ആ ഒരു അഗ്രഷൻ, ഫാം ലോസിലുള്ള അഗ്രഷൻ ഒന്നും സാരമായിട്ട് ബാധിച്ചേ ഇല്ല ഈ പറയുന്ന BJPക്ക് ഇലക്ഷന്റെ ഭാഗത്തിൽ നിന്നും. സിവിയർ ബാക്ക്വേർഡ് കാസ്റ്റ്, ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഒരു കാർട്ടൂൺ നിങ്ങൾക്ക് കാണാൻ പറ്റും ആർട്ടിക്കിളിൽ, ശരിക്കും നോക്കിയാൽ നമ്മുടെ ആർട്ടിക്കിൾ കാണാൻ പറ്റും. ഈ പറയുന്ന എല്ലാ പ്രോബ്ലത്തിന്റെയും ഒരേ ഒരു സൊല്യൂഷൻ, പനീഷ്യ ഫോർ ഓൾ ദീസ് പ്രോബ്ലംസ് ഇസ്
ഹിന്ദുത്വ എന്ന് പറഞ്ഞ് നമ്മുടെ യോഗി ആദിത്യനാഥ് കൊടുക്കുന്ന ഒരു സാധാരണക്കാരന്റെ കയ്യിലോട്ട് കൊടുക്കുന്ന ഒരു പിക്ചർ, കാർട്ടൂൺ, കാരിക്കേച്ചർ ഇസ് സീൻ ഇൻ ദ എഡിറ്റോറിയൽ ടുഡേ. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ഇന്നിവിടെ നിങ്ങൾ കാണാൻ പറ്റുക. Several backward caste leaders switched from the BJP tent to SP camp, but ordinary voters did not follow them to an extent that could have threatened the BJP. The SP more than doubled its tally of 2017, but it still fell short. It could not wash off its image of being a party that provides protection to criminals and favors Yadavs and Muslims. The election saw a decimation of the Bahujan Samaj party, helping the BJP more than the SP. The Congress only helped in creating an atmosphere for the SP alliance and barely opened its account. അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ SPRLD അലയൻസിന് ശേഷം ഒരുപാട് ബാക്ക്വേർഡ് കാസ്റ്റ് ലീഡേഴ്സ്, താഴെത്തട്ടിലുള്ള സാധാരണക്കാരായല്ലേ ബാക്ക്വേർഡ് കാസ്റ്റ് ആയിട്ടുള്ളത്, ഷെഡ്യൂൾ കാസ്റ്റ് ആയ ആൾക്കാരെല്ലാവരും ഇവിടെ എവിടേക്ക് പോയി സ്വിച്ച് ചെയ്തു. എവിടുന്ന് BJP യിൽ നിന്ന് SP ക്യാമ്പിലോട്ട് പോയായിരുന്നു, SP ഇതിലോട്ട് പോയായിരുന്നേ. എന്നാൽ സാധാരണക്കാരായ വോട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു എക്സ്റ്റെൻഡ് വഴി ഒരു ലിമിറ്റ്, ഒരു പരിധി കഴിഞ്ഞിട്ട് ഇവരെ ഫോളോ ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ത്രെട്ടൻഡ് BJP. ശരിക്കും ഒരു പക്ഷേ അങ്ങനെ പോയിരുന്നെങ്കിൽ BJP ഒരുപാട് ത്രെട്ടൻഡ് ആയേനെ. പക്ഷേ SP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടി അലയൻസ് എന്ന് പറയുമ്പോൾ 2017 സംബന്ധിച്ച് നോക്കുമ്പോൾ അതിന്റെ ടാലി ഡബിൾ ആയിട്ടുണ്ട്, ആൾക്കാർ കൂടിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ അതിനെ കൊണ്ട് സാധിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇമേജ് അവർക്ക് വാഷ് ഓഫ് ചെയ്യാൻ പറ്റില്ല. ദേ കനോട്ട് റിമൂവ് അല്ലെങ്കിൽ ദേ കനോട്ട് ഇറേസ് ദർ ഇമേജ്. അവർക്ക് ഒരിക്കലും അവരുടെ ഇമേജ് ഇറേസ് ചെയ്യാൻ പറ്റില്ല. എന്താ അവരുടെ ഇമേജ്? ദാറ്റ് എ പാർട്ടി ദാറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ടു ക്രിമിനൽസ് ആൻഡ് ഫേവേഴ്സ് യാദവ്സ് ആൻഡ് ക്രിമിനൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന, യാദവന്മാരെയും മുസ്ലിംസിനെയും ഫേവർ ചെയ്യുന്ന ഒരു പാർട്ടി എന്നാണ് SP എന്ന പാർട്ടി അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരെ വോട്ടേഴ്സ് ഒരിക്കലും അവിടെ വോട്ട് കൊടുക്കില്ല. അപ്പോൾ ഇലക്ഷൻ ശരിക്കും ഡെസിമേഷൻ, ഡിസ്ട്രാക്ഷൻ ഓഫ് ബഹുജൻ സമാജ് പാർട്ടി, അതുപോലെ ഹെൽപ്പിംഗ് ദ BJP മോർ ദാൻ SP. ശരിക്കും പറഞ്ഞാൽ ഡിസ്ട്രക്ഷൻ ആണ് ബഹുജൻ സമാജ് പാർട്ടിയുടെ കണ്ടത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് BJPക്ക് ഒരു ഹെൽപ്പ് ആവുകയാണ് ചെയ്തത് ദാൻ SPക്ക് ഒരു ഹെൽപ്പ് ആവുന്നതിന് പകരം. അതുപോലെ തന്നെ കോൺഗ്രസ് എന്താ ഹെൽപ്പ് ചെയ്ത്? കോൺഗ്രസ് ശരിക്കും ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു SPക്ക് വേണ്ടിയിട്ട്. SPക്ക് വരാൻ വേണ്ടിയിട്ട്, ഒരു സമാജ് പാർട്ടിക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ആയി കൊടുത്തു കോൺഗ്രസ്. അതൊരു ജസ്റ്റ് ലൈക്ക് പെയ്ഡ് വേ ഫോർ SP എന്ന് മാത്രം പറയാം. അല്ലാതെ ഇറ്റ് ബാർലി ഓപ്പൺഡ് ഇറ്റ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റിയില്ല, സാധിച്ചില്ല. അതാണ് ഇവിടെ പറയുന്നത്, ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ലെറ്റ്സ് മൂവ് ടു ദ അതർ പാരഗ്രാഫ്. നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുക. Punjab's voters have given a decisive mandate for an alternative politics promised by the AAP, which won 92 out of 117 seats. AAP, which has been in power in Delhi for 7 years, had built a reputation for its welfare schemes, particularly in health and education, two sectors that voters care a lot about. That reputation stood AAP in good stead in Punjab, while the Congress and SAD were done in by burden of their past sins. The projection of Bhagwant Mann as Chief Minister helped AAP, while the Congress seemed to have gained little by advertising Dalit identity of Charanjit Chana. Charanjit Chanayude കൊണ്ടുവന്ന ഓർമ്മയില്ല, ഇവിടെ നമ്മുടെ ചരൺജിത്ത് ചനയാണ് കൊണ്ടുവന്ന് അവർ നമ്മുടെ CMന്റെ പോസ്റ്റിലോട്ട് കൊണ്ടുവന്നതായിരുന്നു. അത് അവർ ഉദ്ദേശിച്ചത് കാസ്റ്റ് പൊളിറ്റിക്സ് വെച്ച് കളിക്കാമെന്നായിരുന്നു. പക്ഷെ പ്രശ്നം എന്താ തന്നെ, പഞ്ചാബിലെ വോട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിസിസീവ് ആയിട്ടുള്ള, അതൊരു തീരുമാനമെടുക്കുന്ന ഒരു മാൻഡേറ്റ് ആയിരുന്നു. അതൊരു തീരുമാനമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഒരു അപ്രൂവൽ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, റിസൾട്ട് ആയിരുന്നു അതിലോട്ട് കൊണ്ടുവരാൻ പറ്റിയത്. കാര്യം ഓൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് ബൈ AAP, അത് AAP വൺ ചെയ്ത് 92 സീറ്റാണ് 117 സീറ്റ്സിൽ. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ ഡൽഹിയിൽ 7 വർഷമായിട്ട് AAP കൊണ്ടുവന്ന മാറ്റങ്ങൾ, കൊണ്ടുവന്ന പുരോഗമനം, അത് ശരിക്കും പറഞ്ഞാൽ വെൽഫെയർ സ്കീംസ് നല്ലൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്. ദേ ഹാവ് എ ഗുഡ് വെൽ, അവർക്ക് നല്ലൊരു ഗുഡ് വിൽ അവർ നേടിയെടുത്തിരുന്നു നമ്മുടെ ഡൽഹിയിൽ അവർ ഭരിച്ച സമയത്ത് 7 വർഷം ഭരിക്കുമ്പോഴും. അപ്പോൾ അവരുടെ വെൽഫെയർ സ്കീം വളരെ പേരുകേട്ടതാണ്, പർട്ടിക്കുലർലി ഹെൽത്തും എഡ്യൂക്കേഷൻ്റെ ഭാഗത്ത്. അപ്പോൾ വോട്ടേഴ്സ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ട 2 കാര്യങ്ങൾ ഏതാണ്? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ വോട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വോട്ട് കൊടുക്കാനുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു എവിഡൻ്റ് ആയിട്ടുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ AAPനെ ശരിക്കും ആ റെപ്യൂട്ടേഷനാണ് അവരെ ഹെൽപ്പ് ചെയ്തത്. അത് പഞ്ചാബിൽ അവരെ ലീഡ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ കോൺഗ്രസിൻ്റെയും സാഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് പഴയ കാര്യം കൊണ്ടുകൊണ്ട് ദേ ആർ ബേർഡൻ ബൈ ദർ പാസ്റ്റ് സിൻസ്. അത് അവർക്ക് ഭയങ്കര, അവരുടെ പഴയ തെറ്റുകൾ ഇപ്പോഴും, മിസ്റ്റേക്സ് ഇപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഇനി തിരിച്ചുവരവ് ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ഫോർ ദം ടു കം. നമ്മളല്ലോ SEBIയെ സംബന്ധിച്ചിടത്തോളം പറ്റില്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഡിനാസ്റ്റി പൊളിറ്റിക്സ് നടക്കുന്ന കാര്യമല്ല ഇനി. അതാണ്. അപ്പം ഭാഗ്വത് മാനെ നമ്മൾ ചീഫ് മിനിസ്റ്റർ സ്ഥാനത്തോടെ AAP കൊണ്ടുവന്നപ്പോൾ കോൺഗ്രസ് എന്താ കൊണ്ടുവന്നത്?
ശരിക്കും പറഞ്ഞാൽ ദളിത് ഐഡന്റിറ്റി കൊണ്ടുവരുന്ന ചരൺ ചെന്നൈയാണ് കൊണ്ടുവന്നത്. ലൈക്ക് പാർട്ടി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ, കാസ്റ്റ് പൊളിറ്റിക്സ് കോൺഗ്രസിനെ ഹെൽപ്പ് ചെയ്തില്ല. ചരൺജിത് സിംഗ് ചനി who was appointed chief minister just 5 months ahead of the election. ഇലക്ഷന് ജസ്റ്റ് മുമ്പ് 5 മാസം മുമ്പാണ് അദ്ദേഹത്തെ നമ്മൾ ഇത് ചെയ്തത്, അപ്പോയിന്റ് ചെയ്തത്. അങ്ങനെ the decimation of SAD signals the diminishing appeal of Panthik or Sikh religious politics. The Sanyukt Samaj Morcha (SSM), an amalgamation of 22 Punjab-based farmer outfits that spearheaded the agitation that forced the centre to withdraw 3 controversial farm laws that it had enacted, failed to make any political impact. അപ്പോൾ അതേ സമയത്ത് നമ്മളെല്ലാം ഒന്ന് നോക്കണമല്ലോ. ഫാമേഴ്സ് ലോസ്, ഫാമേഴ്സ് പ്രൊട്ടസ്റ്റേഴ്സ് വന്ന സമയത്ത് നിങ്ങൾക്കറിയാം സാഡിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ അതിന് ഡിമിനിഷിങ് എംപീലേ കൊണ്ടുവന്നുള്ളൂ. കാരണം വെച്ചാൽ അവിടെ നടക്കുന്ന എന്താ, പാന്തിക് ആയിട്ടുള്ള റിലീജിയസ് പൊളിറ്റിക്സ്, സിഖ് റിലീജിയസ് പൊളിറ്റിക്സ്, ഏറ്റവും റിലീജിയസ് പൊളിറ്റിക്സ് നടക്കുന്നിടത്തൊന്നും ഇനി പറ്റില്ല എന്നാണ് പറയപ്പെടുന്നത്. ബിക്കോസ് ചിലയിടത്ത് റിലീജിയസ് പൊളിറ്റിക്സ് വിജയിക്കുന്നു, ചിലയിടത്ത് റിലീജിയസ് പൊളിറ്റിക്സ് വിജയിക്കുന്നില്ല. വൈ ഇസ് ഇറ്റ് സോ, വി ഡോണ്ട് നോ. അത് നമുക്ക് നോക്കാം. എനിവേ അടുത്ത് നോക്കാം. സംയുക്ത സമാജ് മോർച്ച SSM തുടങ്ങി നിങ്ങൾക്കറിയാം. ഫാം ലോയുടെ സമയത്ത്, ഫാമേഴ്സിന്റെ പ്രൊട്ടസ്റ്റ് നടന്ന സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അമാൽഗമേഷൻ കൊണ്ടുവന്നായിരുന്നു. ഫാമർ ഔട്ട്ഫിറ്റുകളുടെ 22 ഫാമർ ഔട്ട്ഫിറ്റ്സിന്റെ കൂട്ടം കൂടി ചേർന്നിട്ട് ഉള്ള അവരുടെ ഒരു കൊളാബറേഷൻ ആയിട്ട്, അതിന്റെ ഒരു അസംബ്ലേജ് ആയിട്ട് കൊണ്ടുവന്നതാണ് സംയുക്ത സമാജ് മോർച്ച എന്നുള്ള ഈ ഒരു വിങ്. അപ്പോൾ അവർ ശരിക്കും ലെഡ് ദ അജിറ്റേഷൻ, അവരാണ് അജിറ്റേഷൻ ലീഡ് ചെയ്തത്. They led the agitation and forces center to withdraw the 3. അങ്ങനെയാണ് സെന്റർ വിഡ്രോ ചെയ്തത്. 3 കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഫാം ലോസും വിഡ്രോ ചെയ്തത്. ഇങ്ങനെയാണ് എനാക്ട് ചെയ്യപ്പെട്ട ഫാം ലോസിനെ അവർ വിഡ്രോ ചെയ്യിപ്പിച്ചത് ഇവരുടെ ഈ ഒരു അജിറ്റേഷൻ പ്രോസസ് കാരണമാണ്. നമുക്കറിയാം ഫാമേഴ്സ് പ്രൊട്ടസ്റ്റ് ഒക്കെ നമ്മൾ അറിയുന്ന സംഭവം തന്നെയാണ്. പക്ഷേ എന്നിട്ട് പോലും അവയ്ക്ക് ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്ട് പഞ്ചാബിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ദാറ്റ്സ് സോ സാഡ്. അതാണ് ഇവിടെ പറയുന്നത്. സോ ആ ഒരു വശം കൊണ്ട് നമ്മൾ കാണണമല്ലോ. ഇൻ ഗോവ, എന്നാൽ ഗോവയിലോട്ട് നോക്കിയോ. ഇൻ ഗോവ ദ BJP റീറ്റെയിൻ പവർ. BJP വീണ്ടും റീറ്റെയിൻ ചെയ്തു, അവിടെ വീണ്ടും പവറിലോട്ട് വന്നു. ദോ ദ കോൺഗ്രസ് പുട്ട് അപ്പ് എ സ്പിരിറ്റഡ് ഫൈറ്റ്. ശരിക്കും പുട്ടപ്പ് ചെയ്യാൻ ഡിസ്പ്ലേ ചെയ്യാം അല്ലെ, ഡിസ്പ്ലേ ചെയ്തു, ഒരു നല്ലൊരു ഇത് ഡിസ്പ്ലേ ചെയ്തായിരുന്നു. ഒരു കോൺഗ്രസ് നല്ലൊരു ഫൈറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ട് പോലും, സ്പിരിറ്റഡ് ആയിട്ടുള്ള ഫൈറ്റ് ഡിസ്പ്ലേ ചെയ്തിട്ട് പോലും ഗോവയിലെ പിടിച്ചു വെക്കാൻ കോൺഗ്രസിന് പറ്റിയില്ല. Goans can breathe easy now that the state is not heading to yet another round of skullduggery to form a government. The BJP was also helped by the division of votes by players such as Maharashtra Wadi Gomantak Party MGP, the Trinamool Congress and the AAP. The BJP's strategy of selecting candidates on the basis of maximum winnability yielded rich dividends for the party. Manipur did not escape the general trend in the northeast, where people tend to vote for the party or coalition in power at the center, since the states are dependent on Delhi for funds. The BJP emerged on top and the Congress cut a sorry figure behind. അപ്പോൾ ഗോവയിലെടുത്തുമ്പോൾ ഗോവൻസിനെ സംബന്ധിച്ചിടത്തോളം ഗോവൻസ് എന്ത് ചെയ്തു, ദേ ആർ നോട്ട് ഹെഡിങ് ടു ഇനി ഒരു അനദർ റൗണ്ട് ഓഫ് ട്രിക്കറിയിലോട്ട് പോകുന്നില്ല. ഗവൺമെന്റിന്റെ ഒരു പുതിയ ട്രിക്കറിയിലോട്ട് ഗോവൻസ് പോകുന്നില്ല. അങ്ങനെ ഗോവന്റെ കാര്യവും അങ്ങനെയാണ്. BJP അതുപോലെ തന്നെ BJPക്ക് ഹെൽപ്പ് ആയത് എവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് വോട്ട്സ്, പ്ലേയേഴ്സിന് ഡിവിഷൻ ഓഫ് വോട്ട്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാര്യം വെച്ചാൽ MGP എടുത്തോ, MGPയിൽ നിന്ന് കുറച്ച് വോട്ട് അവിടേക്ക് ചെന്നു, തൃണമൂൽ കോൺഗ്രസിലോട്ട് കുറച്ച് വോട്ട് പോയി, പിന്നെ AAPക്ക് പോയി. അങ്ങനെ വോട്ട് സ്പ്ലിറ്റ് ആവും തോറും BJPക്ക് അത് എളുപ്പമാണ്. BJPയുടെ വോട്ടേഴ്സ് സ്ട്രോങ് ആയിട്ട് അവിടെ കൂടെ ഉണ്ട്. അപ്പോൾ BJP വോട്ടേഴ്സ് BJPക്ക് വോട്ട് കിട്ടും, ബാക്കിയെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ട് പോകുന്നുണ്ട്. മെജോറിറ്റി കിട്ടുന്ന BJPക്കാണ്. അപ്പോൾ അത് ഗോവയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തു BJPനെ. ശരിക്കും അതാണ് ആ ഒരു ബേസ്. മറ്റ് പാർട്ടീസിന്റെ ഇൻവോൾവ്മെന്റ് ആണ് ശരിക്കും BJPനെ ഹെൽപ്പ് ചെയ്തു ഗോവയിൽ. BJPയുടെ സ്ട്രാറ്റജി എന്താ വെച്ചാൽ എല്ലായിടത്തും, ഈ പറഞ്ഞ എല്ലായിടത്തും മാക്സിമം വിന്നബിലിറ്റി ഉള്ള ആൾക്കാരെ തന്നെ കാൻഡിഡേറ്റ്സ് ആയിട്ട് നിർത്തി. അതുകൊണ്ട് തന്നെ ഡിവിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി, റിച്ച് ഡിവിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ വിൻ ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി വാസ് ഗ്രേറ്റ്. അപ്പോൾ മണിപ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റിലെ ആ ജനറൽ ട്രെൻഡ് ഒന്നും അതിനെ എസ്കേപ്പ് ചെയ്യാൻ പറ്റിയില്ല മണിപ്പൂരിന്. പീപ്പിൾ എന്ത് ചെയ്തു, പീപ്പിൾക്ക് ഒരു ഇതുണ്ട്, ഒരു ടെൻഡൻസി ടു വോട്ട് ഫോർ ദ പാർട്ടി ഓർ കൊളിഷൻ ഇൻ പവർ അറ്റ് ദ സെന്റർ. ഒന്നെങ്കിൽ സെന്ററിൽ ഉള്ള കൊളിഷനുമായിട്ടായിരിക്കും വോട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതേ സമയത്ത് കാര്യം എന്താ വെച്ചാൽ സ്റ്റേറ്റ് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ഡൽഹിക്ക് വേണ്ടിയിട്ടാണ്, ഫണ്ടിന് വേണ്ടി. അപ്പോൾ സെൻട്രലിനോട് കൊളിഷനുള്ള പവറിലുള്ളവരെ വോട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് മണിപ്പൂരിൽ ആ ഒരു രീതിയിൽ വന്നു, BJP തന്നെ കൊണ്ടുപോയി. അപ്പോൾ BJP വരുന്നു ടോപ്പിൽ. അതേസമയം കോൺഗ്രസ് സോറി ഫിഗർ ആയിട്ട് നിൽക്കുകയാണ് ബിഹൈൻഡ് സ്മോളർ പാർട്ടീസ് സച്ച് ആസ് നാഗ പീപ്പിൾസ് ഫ്രണ്ട്. ദ ഇലക്ഷൻ വാസ് bereft of emotional issues and the BJP gained from its developmental rhetoric.
The demand for scheduled tribe status for the Metis community that dominates the Impal and Giribam valleys comprising 40 of the state's 60 seats failed to get traction. Neither did a controversial demand for greater autonomy to the tribal councils stranding the 20 constituencies in the hills. In Uttarakhand, the BJP retained power despite setbacks it had to deal with, while the Congress squandered its chances, getting bogged down in internal power tussles. But the defeat of its chief minister. അപ്പോൾ ഈ പാരഗ്രാഫിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇലക്ഷൻ സ്മോളർ പാർട്ടീസൊക്കെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അത് വലിയൊരു പ്രശ്നമായിട്ട് നിന്നില്ല. ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം വലിയതായിട്ട് ഇമോഷണൽ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. ഇറ്റ് വാസ് വിതൗട്ട് ഇമോഷണൽ ഇഷ്യൂസ്. വലിയ ഇമോഷണൽ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ബി ജെ പിക്ക് എന്ത് ചെയ്തു, അതിൻ്റെ ഡെവലപ്മെൻ്റ് ആയിട്ടുള്ള ഒറേറ്ററി വെച്ചിട്ട് അതിനെ ചെയ്യാൻ പറ്റി, ഗെയിൻ ചെയ്യാൻ പറ്റി. പിന്നെ ഷെഡ്യൂൾ ട്രൈബ് സ്റ്റേറ്റസ് എടുത്തു, ഫോർ മേറ്റിസ്റ്റിൽ എടുത്തു, കമ്മ്യൂണിറ്റി ഇതെടുത്തു, ഇംഫാൽ ഇങ്ങനെ വാലീസിലുള്ള 40 ആൾക്കാരും 60 സീറ്റ്സിൽ 40 സീറ്റ്സും ഈ പറയുന്ന ഷെഡ്യൂൾ ട്രൈബലിൻ്റെ ആണ് കിട്ടേണ്ടത്. അപ്പോൾ അതും ആ ഒരു ഇതുപോലും ട്രാക്ഷൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്തില്ല എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഈ ശരി ഒരു ഗ്രേറ്റർ ഓട്ടോണമിക്ക് വേണ്ടിയിട്ടുള്ളൊരു കോൺട്രവേഴ്ഷ്യൽ ഡിമാൻഡ് ശരിക്കും പറഞ്ഞാൽ അത് പ്രത്യേകിച്ചൊരു ഹെൽപ്പ് കൊണ്ടുവന്നില്ല. അതൊരു എന്താ പറയുക, ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ഹിൽസിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോലും എല്ലാവരെയായിട്ട് ഹെൽപ്പ് ചെയ്തില്ല. ഉത്തരാഖണ്ഡിലെ ബി ജെ പി അതുകൊണ്ട് തന്നെ പവർ റിറ്റെയിൻ ചെയ്തു. എത്ര സെറ്റ് ബാക്സ് ഉണ്ടെങ്കിലും ഒരുപാട് വരും അല്ലെ, ഈ ഒരു ഇന്ന കമ്മ്യൂണിറ്റി ഷെഡ്യൂൾ ട്രൈബിലുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അതുപോലെ അതുകൊണ്ട് തന്നെ നമുക്കിത് കിട്ടില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ പോലും ആ സെറ്റ് ബാക്സ് ഒന്നും ആ ഒരു ഡിഫിക്കൽട്ടീസും എന്താണ് ഒരു ഡിഫിക്കൽട്ടിയും ശരിക്കും പറഞ്ഞാൽ ഇവരെ അഫക്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരാഖണ്ഡിൽ സംഭവിച്ചത് എന്താണ്, കോൺഗ്രസ് അതിന്റെ ചാൻസ് മൊത്തം സ്ക്വാൻഡർ ചെയ്യുകയാണ് ചെയ്യുന്നത്, വേസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. എങ്ങനെയാ, വിത്തൗട്ട് ഗെറ്റിംഗ് ബോഗ് ഡൗൺ ഇൻ ഇന്റേണൽ പവർ ടസൽസ്. ഒരുപാട് വഴക്കുകളുണ്ടായിരുന്നു, പവർ ഫൈറ്റ്സ് ഉണ്ടായിരുന്നു, ഇന്റേണൽ ഇഷ്യൂസ് ഉണ്ട് കോൺഗ്രസിന് ഇപ്പോഴും ഉണ്ടത്. അത് കേരളത്തിലും ഉണ്ട്, സെൻട്രലിലും ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ ഇന്റേണൽ ഇഷ്യൂസ് ഒന്നും തീർത്തിട്ട് വേണ്ടേ പുറത്തോട്ട് ഇറങ്ങി മറ്റുള്ള കാര്യം നോക്കാനായിട്ട്. സോ അതിൽ ദേ വർ ഇമേഴ്സ്ഡ് ഇൻ ദീസ് ഇന്റേണൽ പൊളിറ്റിക്കൽ ഇഷ്യൂസ്. അതുകൊണ്ട് തന്നെ ദാറ്റ് പ്രിവെന്റഡ് ദം ടു ഗെറ്റ് പ്രോഗ്രസീവ് ആക്കാനുള്ള ഒരു ഹെൽപ്പ് കൊണ്ടുവരുന്നില്ല ഈ ഒരു ടസൽസ് ഉള്ളതുകൊണ്ട്. അപ്പോൾ but the defeat of its chief minister Pushkar Singh Dhami is a serious embarrassment for the BJP. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും വലിയൊരു പ്രശ്നം ഉത്തരാഖണ്ഡിൽ വന്നതെന്ന് വെച്ചാൽ അവിടുത്തെ സീരിയസ് എംബാരസ്മെന്റ്, ഏറ്റവും വലിയ നാണക്കേട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ചീഫ് മിനിസ്റ്ററായ പുഷ്കർ സിംഗ് ധമി തോറ്റു. അപ്പൊ അങ്ങേരുടെ തോൽവി എന്ന് പറയുന്ന വലിയൊരു നാണക്കേടായിരുന്നു. A fresh face would mean a fourth person as chief minister in a little over a year. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രഷ് വോയിസ് ഇനി വരിക എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ഒരു നാലാമത്തെ ആളാണ് വരാൻ പോകുന്നത്. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ 4ാമത്തെ ആൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരാഖണ്ഡിലെ ഏറ്റവും പ്രത്യേകത. അപ്പം ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, അതാണ് ഈ പ്രശ്നം. എന്നാലും സീറ്റ് കിട്ടി കേട്ടോ, അത് വേറെ കാര്യം. BJP and AAP have gained huge momentum ahead of 2024. AAP's durability as a variable national alternative will be put to the test. So far, it has not shown either the organizational strength or the political vision to be a national level player. Indeed, there is no party that can challenge BJP. A loose coalition of regional and left parties with or without the Congress at the head might not inspire confidence among voters. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇനി വോട്ട് ഗെയിൻ ചെയ്യുന്നുള്ള വലിയൊരു പ്രശ്നമാണ്. BJP AAPയുടെയും ഗെയിന് ശരിക്കും നല്ല ഹ്യൂജ് മൊമെന്റ് നമുക്കിവിടെ കാണാൻ പറ്റി 2024 വരെ ഉള്ളത്. പക്ഷേ AAPയുടെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് ഒരു വയബിൾ നാഷണൽ ലൈവ്ലി ആയിട്ടുള്ള ഒരു നാഷണൽ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് വലിയൊരു ടെസ്റ്റ്, അതൊരു അഗ്നിപരീക്ഷയായിട്ട് നിൽക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ ഉള്ളതിൽ പറയുന്നത് ഓർഗനൈസേഷൻ സ്ട്രെങ്തോ പൊളിറ്റിക്കൽ വിഷൻ കൊണ്ടോ, ഓർഗനൈസേഷണൽ സ്ട്രെങ്ത് കൊണ്ടോ അല്ലെ പൊളിറ്റിക്കൽ വിഷൻ കൊണ്ടോ ഒരു നാഷണൽ ലെവൽ പ്ലെയർ ആയിട്ട് നിൽക്കാൻ AAPക്കുള്ള അത്ര ഒരു കഴിവൊന്നും AAPക്ക് കാണിച്ചിട്ടില്ല ഇതുവരെ. ഓക്കെ, എന്നാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇൻഡീഡ് ഒരു കാര്യം ഉറപ്പിക്കാം, ദർ ഇസ് നോ വൺ ടു ചലഞ്ച് BJP. BJPയെ ചലഞ്ച് ചെയ്യാൻ ഇനി വേറെ ആരും വരുന്നില്ല. നോ പാർട്ടി ക്യാൻ ചലഞ്ച് BJP എന്ന് നമുക്കിവിടെ മനസ്സിലായി. അപ്പോൾ ഒരു കൊളിഷൻ ഓഫ് റീജിയണൽ ലെഫ്റ്റ് പാർട്ടീസ് കൂടി വന്ന് ഒരു കൊളിഷൻ കൊണ്ടുവന്നാലും അല്ല അലയൻസ് കൊണ്ടുവന്നാലും, അതിപ്പോൾ കോൺഗ്രസ് ഉണ്ടെങ്കിലും കോൺഗ്രസ് ഇല്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ വോട്ടേഴ്സിൽ നിന്നൊരു കോൺഫിഡൻസ് കിട്ടും എന്ന് വിചാരിക്കേണ്ട. ദാറ്റ് ഈസ് വാട്ട് ദിസ് ഇലക്ഷൻ സോഴ്സസ്. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലായത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ മനസ്സിലായോ? ആർട്ടിക്കിൾ എല്ലാവർക്കും മനസ്സിലായോ? അതാണ് ഇന്നത്തെ ആർട്ടിക്കിൾ. ശരിക്കും ഇറ്റ് വാസ് ക്ലിയർലി ആൻ അനാലിറ്റിക്കൽ ആർട്ടിക്കിൾ, വേറെ ഒന്നുമില്ല. ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ്, നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമായിരുന്നു നമ്മുടെ ഇലക്ഷനെ പറ്റിയുള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു. ആൻഡ്
That is how the article ended. Clear ആയി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ സ്പോട്ട് ദ ക്വസ്റ്റനിലോട്ട് പോകാം. ഇറ്റ് വാസ് അനാലിറ്റിക്കൽ കേട്ടോ, അതൊന്നും എഴുതിയേക്കാം. ഇറ്റ് ഈസ് അനാലിറ്റിക്കൽ. കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്തു, ഓരോയിടത്തെയും അനലൈസ് ചെയ്തു എന്തൊക്കെയാണ് പ്രോബ്ലങ്ങൾ എന്നുള്ളത്. ഓക്കെ, ഇന്നത്തെ ആർട്ടിക്കിൾ വാസ് ജസ്റ്റ് അനാലിറ്റിക്കൽ ഇൻ നേച്ചർ. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ഓൺ ടു ദ സ്പോട്ട് ദ ക്വസ്റ്റൻ. ഇന്നത്തെ ക്വസ്റ്റൻ ഇതാണ്. 2 sides will meet in ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ. The 2 sides will meet in March 11 for the next round of military talks to take forward LAC disengagement. എന്തായിരുന്നു ഇത്? എന്തായിരുന്നു ഇവിടുത്തെ എറർ? പെട്ടെന്ന് പറഞ്ഞ് വേഗം നമുക്ക് നിർത്തിയേക്കാം. എന്തായിരുന്നു ഇവിടുത്തെ എറർ? The 2 sides will meet in March 11 for the next round of military talks to take forward LAC disengagement. പറയൂ, വേഗം പറ, ഇവിടുത്തെ എറർ പറ, എന്നിട്ട് പോവാം. എറർ കിട്ടിയില്ല. മാർച്ച് 11 ഡേറ്റ്, ഇവിടെ മാസത്തെ പറ്റിയാണ് പറയുന്നത്. 11th ഡേറ്റ് ആണെങ്കിലും ഡേ വന്നാലും ഏത് ഇതാ നിങ്ങൾ ഉപയോഗിക്കേണ്ടത്? ഏത് പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്? ഓൺ ആണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഇന്ന് വരുമ്പോൾ നമുക്ക് ഇന്ന് ഉപയോഗിക്കാം. എപ്പോഴാണ് ഇന്ന് ഉപയോഗിക്കുന്നത്? മന്ത് മാത്രം വരുവാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഉപയോഗിച്ചോ കേട്ടോ. ഇനി ഇയർ വരുവാണെങ്കിൽ നിങ്ങൾ ഉപയോഗിച്ചോ ഇന്ന്. ഇത് എപ്പോഴും മാറിപ്പോകാതെ ഓർത്ത് വെച്ചോണ്ടോ. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ. ഇതൊന്നും ഓർത്ത് വെച്ചോ, മാറിപ്പോകാതെ ഓർത്ത് വെച്ചോ. അപ്പോൾ ഇവിടെ ഇൻ March 11 അല്ല, ഓൺ March 11 മീറ്റ് ഓൺ. The 2 sides will meet on March 11 for the next round of military talks to take forward LAC disengagement ആണ്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റൻ പിടിച്ചോ. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റൻ. The BJP retained its majority in Uttar Pradesh, Uttarakhand and Manipur while reaching the halfway mark on Goa. The BJP retained its majority in Uttar Pradesh, Uttarakhand and Manipur while reaching the halfway mark on Goa. ഇതാണ് ഇന്നത്തെ ക്വസ്റ്റൻ. നോക്കുക, ആൻസർ പറയാം കേട്ടോ. So take a screenshot and give me your answers in the comment section. താങ്ക് യു സോ മച്ച് എവരിവൺ. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട്, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിന്റെ പേര് KPSC ഷുവർ ഷോർട്ട് സെലക്ഷൻ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പാർട്ടിസിപ്പേഷൻ ആൻഡ് കോപ്പറേഷൻ. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അപ്പോൾ വീണ്ടും കാണാം നാളെ രാവിലെ 9 മണിക്ക്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ക്വിസ് ആയിട്ടാണ്. നാളെ എഡിറ്റോറിയൽ അനാലിസിസ് അല്ല, നമ്മുടെ ക്വിസ് ആണ്, വീക്ക്ലി ക്വിസ് ആണ്. അപ്പോൾ ലെറ്റ്സ് മീറ്റ് ടുമോറോ. അപ്പോൾ രാവിലെ നമുക്ക് ക്വിസ് ആയിട്ട് നോക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കോമെന്റ് സെക്ഷനിൽ നിങ്ങളുടെ ആൻസേഴ്സ്, സജഷൻസ് ഉണ്ടെങ്കിൽ സജഷൻസ്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ചോദിക്കാം. ആൻഡ് ഷെയർ ഇറ്റ് അമംഗ് ആസ് മെനി ആസ് പോസിബിൾ. മറ്റുള്ളവരിലോട്ടൊക്കെ എത്തിക്കുക. യുവർ ഫാമിലി മെമ്പേഴ്സ്, യുവർ കൊളീഗ്സ്, യുവർ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിലോട്ട് എത്തിക്കുക. അതുപോലെ നിങ്ങളുടെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി, മറ്റ് ഫ്രണ്ട്സ് കമ്മ്യൂണിറ്റിയിലോട്ടൊക്കെ എത്തിക്കുക. താങ്ക് യു സോ മച്ച്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കാം. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. ആൻഡ് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ADA 24/7 ആപ്പ് നിങ്ങൾക്ക് ഒരു യൂസർ ഫ്രണ്ട്ലി ആപ്പാണ്. യു വിൽ ഗെറ്റ് ഡെയിലി മോക്ക് ടെസ്റ്റ് ഡിഫറെൻറ്റ് സബ്ജക്ട്സിൻ്റെ. അതുപോലെ തന്നെ ഫ്രീ ക്വേസസ് ഒക്കെ ലഭ്യമാകും. അപ്പോൾ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ ക്വേസസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിന്റ്സ് ഗ്രാബ് ചെയ്യാൻ പറ്റും. പോയിന്റ്സ് ഗ്രാബ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ വീണ്ടും റിഡക്ഷൻ കിട്ടും കേട്ടോ. അതൊന്നും മറന്നു പോകണ്ട. താങ്ക് യു സോ മച്ച് ആൻഡ് സ്റ്റേ സേഫ് ആൻഡ് ഹെൽത്തി. സീ യു ടുമോറോ. ബൈ.